അള്ളാഹു ആ നബിതങ്ങളുടെ പൊരുത്തം നൽകുമാറാകട്ടെ. അപ്പോൾ ആ നബിതങ്ങൾ ഇങ്ങനെ പള്ളിയിലിരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി നിനക്ക് സുഖമാണോ? അപ്പോൾ സഹാബി പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഖൈർ, അൽഹംദുലില്ലാഹ് റാഹത്താണ് നബി. എല്ലാത്തിനും മറുപടി. ഈ മറുപടി കേട്ടപ്പോൾ നബിതങ്ങൾ ദുആ ചെയ്തു, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. രണ്ടാമതൊരാൾ പുറത്തുനിന്ന് കയറി വന്നു. അദ്ദേഹത്തോടും ഇതേ ചോദ്യം തന്നെ ചോദിച്ചു, സുഖമാണോ? ആ സുഖമാണ് നബിയെ, റാഹത്താണ് നബിയെ. അപ്പം നബിതങ്ങൾ ഇങ്ങനെ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പം ഈ ചങ്ങാതി ചോദിച്ചു, എനിക്കെന്തേ ബർക്കത്തില്ലേന്ന്. ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു, എനിക്കെന്തേ നബിയെ ദുആ ഇല്ലേ? നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയന റസൂലുള്ളാഹി. അപ്പം ഇനി പറ, സുഖമാണോ? പ്രസിഡന്റ് സുഖമാണോ? അപ്പം എല്ലാവർക്കും അറിയാം ഇതാ പറയണ്ടേന്ന്, പക്ഷെ പറയൂല. അത് ഉസ്താദന്മാർക്കുള്ളതാണെന്നൊരു വിചാരമുണ്ട്. അല്ല, എല്ലാവർക്കും ഉള്ളതാ. ആര് ചോദിച്ചാലും പറയണം അൽഹംദുലില്ലാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഒരറിവ് പഠിച്ചില്ലേ? പഠിച്ചോ? സുഖമാണോ? ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ ഉണ്ടോ? ആരോഗ്യമൊക്കെ ഉണ്ടോ? കുടുംബജീവിതമൊക്കെ എങ്ങനെയുണ്ട്? പൈസയൊക്കെ ഉണ്ടോ? ചോദിക്കുമ്പോൾ തന്നാൽ മതി. ഇരുന്നു ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, ഇനി ഇരുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ അൽഹംദുലില്ലാ, അല്ലാഹു മരിക്കോളം അൽഹംദുലില്ലാ നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്വഭാവമാണ് മുഖത്ത് നോക്കിയിട്ട് നല്ലവനാണെന്ന് പറയുന്നത്. നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മളെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്, പൊക്കി പറയുന്നത് നമുക്ക് വലിയ ഇഷ്ടമാണ്. ഈ നാട്ടിലെ ഏറ്റവും നല്ല ഉപ്പയാണ് ആ മനുഷ്യൻ. ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഏറ്റവും നല്ല ഒരു ചെറുപ്പക്കാരനാണ് അവൻ. ഈ നാട്ടിലെ സഹോദരിമാരുടെ ഇടയിൽ അള്ളാനെ പേടിയുള്ളൊരു പെണ്ണാണ് ആ പെണ്ണ്. ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് വലിയ ഇഷ്ടമാണ്. അതിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു സന്തോഷം, മനസ്സിന് വല്ലാത്ത ഒരു ആനന്ദം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ആഖിറത്തിൽ നമുക്ക് പ്രയോജനമൊന്നുമില്ല. ഇവിടെ ഒരു മനസ്സമാധാനം അത്രയേ ഉള്ളൂ. ഇവിടെ ആരുടെ മുഖത്ത് നോക്കിയിട്ടും മഹാനാണ്, വലിയവനാണ് എന്നൊക്കെ അവനവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി എന്തു വേണമെങ്കിലും പറയും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ഒരാൾ നല്ലവനാകില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടണമെന്നില്ല. ജീവിച്ചിരിക്കുന്ന സമയത്തല്ലത് പറയേണ്ടത്. എപ്പോഴാണ് ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അവൻ നല്ലവനാണെന്ന് പറയേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴാണ് പറയേണ്ടതെന്നറിയോ? ഇന്ന് ഈ വഅദ് കേൾക്കാമെന്ന് എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഈ വഅദ് കേൾക്കാമെന്നവർ മുഴുവനും പറയുന്നു സിറാജ് നല്ലവനാണ്, സിറാജ് നല്ലവനാണ് എന്ന്. നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പറന്ന് ഇറങ്ങിപ്പോയതിന്റെ പേരിൽ ഒരിക്കലും അല്ലാഹു എനിക്ക് സ്വർഗം തരൂല. അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ നല്ലവനാകണമെന്നില്ല. പിന്നെ എപ്പോഴാണ് പറയേണ്ടത്? പടച്ചവനെ ആയിരക്കണക്കിന് പേര് നല്ലവനാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എപ്പോഴാണ് ഒരാൾ നല്ലവനെന്ന് പറയേണ്ടതെന്നറിയുമോ? ഖാബിദുൽ അർവാഹു മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ ചാരത്തേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആകാശ ലോകത്ത് നിന്ന് അസ്റായീലും തന്റെ അനുയായികളും സിറാജിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ആ സിറാജിന്റെ കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ച് അവസാനം ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചെടുത്തു കൊണ്ടുപോകുന്ന ഒരു ദിനം വരാനുണ്ടല്ലോ. പടച്ചവനെ, അപ്പോഴാണോ ജനങ്ങളെ നല്ലത് പറയേണ്ടത്? അപ്പ പറയുമ്പോഴാണോ പ്രയോജനമുണ്ടാകുന്നത്? അതുകൊണ്ട് പടച്ചവനെ, അള്ളാഹു ഇഷ്ടപ്പെട്ട, ആദരിച്ച, ബഹുമാനിച്ച ഒരു മഹാനിന്റെ മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവര് അവിടത്തോടുള്ള സ്നേഹം കൊണ്ട് കടന്നു വന്നവരാണല്ലോ. അതുകൊണ്ട് പെങ്ങളെ, എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമാ. എല്ലാവരും അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നവരാ. എങ്കിലും പടച്ചവനോട് എപ്പോ ദുആ ചെയ്താലും സ്വർഗം ചോദിക്കുന്ന പെണ്ണേ, അള്ളാഹു
അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഈ മജ്ലിസിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. ഈ മജ്ലിസിലിരിക്കുന്ന ഒരാളുണ്ടല്ലോ, ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന് സ്വർഗം നിർബന്ധമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്, സ്വർഗത്തിൽ പോകുമെന്നല്ല പറഞ്ഞത്, ആ മനുഷ്യന് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അവൻ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ആ സ്വർഗത്തിന്റെ അവകാശി ആരാണെന്ന്, ഏത് പെണ്ണാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സ്വർഗം നിർബന്ധമായ മനുഷ്യരാരാ? മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്ന ഖാല നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയൊരു മോഹമാ സ്വർഗത്തിൽ പോകണമെന്ന്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്നാൽ ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാണ്. ആ നിർബന്ധമായ മനുഷ്യൻ ആരാണെന്ന് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു തരാം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആണോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ആ സ്വർഗം നിർബന്ധമായ അടിമ ആരാണ്, ആ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾ സ്വന്തം ചിന്തിക്കണം. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു തരാൻ ആരാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന് വയത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എല്ലാവരും പറയണ്, പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റിക്കാർ ഇവരൊക്കെ നല്ലവരാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സ്വർഗമൊന്നും കിട്ടൂല. ഈ വയത് പറയുന്ന ഞാൻ നല്ലവനാണെന്ന്, ഈ വയത് കേൾക്കാമെന്ന് എല്ലാവരും പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് കിട്ടണമെന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിങ്ങളുടെ റൂഹ് പിടിച്ചു, നിങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. ആ വിട പറഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ മുമ്പിൽ 40 ലക്ഷം പേരല്ല, 40,000 പേരല്ല, 4,000 പേരല്ല, 40 പേരല്ല, 4 പേര് നീ നല്ലവനാണെന്ന് അള്ളാഹിനോട് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. എത്ര പേര് പറയണം? എത്ര പേര് പറയണം? 4 പേര് സിറാജ് നല്ലവനാണെന്ന് പറഞ്ഞാൽ സിറാജിന് സ്വർഗം നിർബന്ധം. നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങൾ നല്ലവനാണെന്ന് 4 പേര് പറഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിലാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയോ പറയോ? ഇൻഷാ അല്ലാഹ്. എന്തായാലും പറയൂന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെ നമ്മൾ വിചാരിച്ചിരിക്കണത് പടച്ചവനെ 4 പേര് പറഞ്ഞാൽ പോവോ, അന്നാ പറയൂന്ന് അങ്ങ് ഉറപ്പിച്ചു. നമ്മള് 4 പേര് നല്ലവനാണെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്ന് ഞാനും നിങ്ങളും കരുതുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. പുറക്കാട് പള്ളിയുടെ മുമ്പിലൂടെ മുണ്ടും മടക്കി കുത്തി കള്ളും കുടിച്ച് നടക്കുന്ന ഒരുത്തൻ നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ നല്ലവനാവോ? കഞ്ചാവടിച്ച് കിടക്കുന്നവൻ, പള്ളിയിൽ പോലും കയറാത്തവൻ, ഈ മഹാന കുറ്റം പറഞ്ഞ് കിടക്കുന്ന ഒരുത്തൻ നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകോ? ഇല്ല. ആരെങ്കിലും പറഞ്ഞാൽ പോവില്ല. പറയേണ്ട 4 പേര് പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏതെങ്കിലും 4 പേര് നല്ലവനാണെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകില്ല. പറയേണ്ട 4 പേര് പറയണം. അതുകൊണ്ട് ആ 4 പേരാരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. വീട് വെച്ച് കൊടുത്തിട്ടോ, കാറ് വാങ്ങിച്ചു കൊടുത്തിട്ടോ, പൈസ കൊടുത്തിട്ടോ, തിന്നാൻ കൊടുത്തിട്ടോ, കറങ്ങാൻ കൊണ്ടുപോയിട്ടോ, എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഈ 4 പേരെ റെഡിയാക്കി നിർത്തണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത് നമ്മളെക്കുറിച്ച് നല്ലത് പറയേണ്ടതാരാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഏതെങ്കിലും 4 പേര് പറഞ്ഞാ പോരാ. പിന്നെ നമ്മൾ നല്ലവരാണെന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയേണ്ട ഒന്നാമത്തെ ആളാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടച്ചവനെ പ്രവാചകൻ 63-ാമത്തെ വയസ്സിൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറയുകയാ. നബി തങ്ങൾ വഫാത്തായെന്ന് മദീന അറിയുമ്പോ
അറിഞ്ഞവർ നിലവിളിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞു എന്നറിയുമ്പോ അവിടെ പ്രായമുള്ളവരും കുട്ടികളും ചെറുപ്പക്കാരും ആണും പെണ്ണും എല്ലാവരും കരയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായെന്ന് പറയുമ്പോൾ എല്ലാവരും കരയുകയാം, നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് എല്ലാവരും ഇറങ്ങി ഓടുകയാണ്. ഒരു നാട് മുഴുവനും കരയുകയാണ്. കരയല്ലേ എന്ന് പറയാൻ, കരയല്ലേ എന്നൊന്ന് പറയാൻ, ഒന്ന് ക്ഷമിക്കണേ എന്ന് പറയാൻ ഒരാൾ പോലുമില്ല. പുറക്കാട് മഹല്ല് മുഴുവനും ഒരുമിച്ച് കരയാറില്ല. ആരെങ്കിലും മരണപ്പെട്ടാൽ കരയല്ലേ എന്ന് പറയാൻ ഒരാളെങ്കിലും ഉണ്ടാകുമല്ലോ. എന്നാൽ നബി തങ്ങൾ വഫാത്തായപ്പോ കരയല്ലേ എന്ന് പറയാൻ ഒരാൾ പോലുമില്ല. അങ്ങനെ പറയേണ്ടവരുടെ അവസ്ഥ എന്താണെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മദീനത്തു പോലുമില്ല. അല്ലാഹുവേ, അബൂബക്കർ തങ്ങൾ നാട്ടിൽ തന്നെ ഇല്ല. പിന്നെ പറയേണ്ട ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. ഊരിപ്പിടിച്ച വാളുമായി നബി തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആരെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ എൻ്റെ പ്രവാചകന് വഫാത്തായെന്ന് പറഞ്ഞാൽ അവന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞ് ഉമർ തങ്ങൾ വാള് പിടിച്ചുകൊണ്ട് നടക്കുകയാ. ഉസ്മാൻ തങ്ങൾ തളർന്നു കിടക്കുകയാണ്. അലിയാർ തങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എല്ലാ പ്രമുഖരായ സ്വഹാബത്ത് മുഴുവനും തളർന്നു കിടക്കുകയാണ്. ഒരു നാട് മുഴുവനും കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിങ്കളാഴ്ചയാണ് വഫാത്തായത്. ആ പ്രവാചകന്റെ ജനാസ അവിടെ ഇരിക്കുകയാ. തിങ്കൾ കഴിഞ്ഞു, ചൊവ്വാഴ്ച കഴിഞ്ഞു, ബുധനാഴ്ചയായി. നബി തങ്ങളുടെ ജനാസ 3 ദിവസത്തോളം അവിടെ വെക്കുകയാണ്. പടച്ചവരെ, അതിന്റെ കാരണമെന്താ? 3 ദിവസം വെക്കാനുള്ള കാരണമെന്താ? പടച്ചവനെ, നേതാവില്ലടോ. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല, നേതാവില്ല. അല്ലാഹുവേ, എന്ത് ചെയ്യണമെന്നറിയില്ല. എവിടെയാണ് കബറടക്കേണ്ടത്, ആരാണ് കബറ് കുടിക്കേണ്ടത്, ആരാണ് കഫം പൊതിയേണ്ടത്, ആരാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, ആരാണ് നിസ്കരിക്കണോ ഇമാമത്ത് നിൽക്കണോ ഒറ്റയ്ക്ക് വേണോ? പടച്ചവനെ, പറഞ്ഞു കൊടുക്കാൻ ഒരു നേതാവില്ല. അങ്ങനെ എല്ലാവരും വല്ലാത്ത വിഷമത്തിനാണ്. അപ്പോഴാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. ഒരു നാട് മുഴുവനും പടച്ചവനെ എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ തേങ്ങലിൽ നബി തങ്ങളുടെ വീടിന്റെ പരിസരം മുഴുവനും ജനസാഗരം ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും സങ്കടപ്പെട്ടു നിൽക്കുമ്പോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. പടച്ചവനെ, അബൂബക്കർ തങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഏറ്റവും ലോലമായ ഹൃദയത്തിന്റെ ഉടമയാണ്. ധൈര്യമില്ലാത്ത സഹാബിയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് പ്രത്യേകമായിട്ടൊരു ധൈര്യം കൊടുക്കുകയാ. അങ്ങനെ അതാ അബൂബക്കർ തങ്ങൾ നബി തങ്ങളുടെ വീടിനകത്ത് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ കണ്ടു. എന്നിട്ട് മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറിയിട്ട് അബൂബക്കർ തങ്ങൾ വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു സഹാബാ. പടച്ചവനെ, അവിടെ നിന്ന് മരണം പ്രഖ്യാപിക്കുകയാണ്. പിന്നെ എല്ലാവരും ഒരുമിച്ച് കൂടി അവിടെ നിന്നൊരു നേതാവായി അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ തെരഞ്ഞെടുക്കുകയാണ്. അതാ അവിടെ നിന്ന് പറഞ്ഞു, ഒരു പ്രവാചകൻ എവിടാണോ മരണപ്പെടുന്നത് അവിടെയാണ് കബറടക്കേണ്ടത്. ആരാണ് കുളിപ്പിക്കേണ്ടത്, ആരാണ് കഫം പൊതിയേണ്ടത്? പടച്ചവനെ, എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നിസ്കരിക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട ജനാസ പടച്ചവനെ ബുധനാഴ്ച വൈകുന്നേരത്തോടുകൂടി റൗളാ ശരീഫിൽ അവിടുന്ന് കബറടക്കുകയാ. പടച്ചവനെ, അങ്ങനെ ഇസ്ലാമിനൊരു ഖലീഫ കടന്നു വന്നു, ഇസ്ലാമിനൊരു നേതാവ് കടന്നു വന്നു. പടച്ചവനെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളൊക്കെ അവിടുന്ന് ഭരണം നടത്തുകയാണ്. 2 വർഷവും 3 മാസവും അവിടുന്ന് ഭരണം നടത്തി. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ ഭരണം നടത്തുമ്പോ അബൂബക്കർ തങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, തന്റെ മരണമെടുത്തെന്ന്, തനിക്ക് പോകാൻ സമയമായെന്ന്
അബൂബക്കർ തങ്ങൾക്ക് മനസ്സിലാവുകയാണ്, പടച്ചവനെ അബൂബക്കർ തങ്ങൾക്ക് വല്ലാത്ത ഒരു ടെൻഷൻ ഉണ്ട്. എന്താണ് ടെൻഷൻ എന്നറിയുമോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊരു നേതാവ് വേണമല്ലോ, രണ്ടാമത് ഒരു ഖലീഫ വേണമല്ലോ. അങ്ങനെ ഖലീഫയെ ഞാൻ തെരഞ്ഞെടുത്തില്ലെങ്കിൽ പടച്ചവനെ നബി തങ്ങളുടെ ജനാസ വെച്ചതുപോലെ എൻ്റെ ജനാസയും വെക്കുമല്ലോ. അത് വല്ലാത്ത ഒരു പ്രയാസമാകുമല്ലോ. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒരു ഖലീഫയെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ആരുടെ പേരാണ് ഓർമ്മ വന്നത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളുടെ പേര് ഓർമ്മ വരികയാണ്. ഖലീഫയായി ഉമറിനെ തെരഞ്ഞെടുക്കാൻ തീരുമാനിക്കുകയാണ്. പടച്ചവനെ അബൂബക്കർ തങ്ങൾക്ക് എന്നാലും മനസ്സിലൊരു ടെൻഷനുണ്ട്. ഉമർ തങ്ങളെ ഖലീഫയാക്കാൻ തീരുമാനിച്ചു, എന്നാലും മനസ്സിലൊരു ടെൻഷനുണ്ട്. എന്താണ് ടെൻഷൻ എന്നറിയുമോ? പടച്ചവനെ ഉമറിനെ കുറിച്ച് വലിയ പരിചയമൊന്നുമില്ല. ഉമറിനെ എപ്പോഴും കാണാറുണ്ട് നബി തങ്ങളുടെ മുമ്പിൽ. എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉമറിനെ കാണാറുണ്ട്. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്, എന്നാൽ രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എന്താ? രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അല്ലാ, പരസ്യവും രഹസ്യവും ഒന്നാവണമല്ലോ. പരസ്യവും രഹസ്യവും ഒന്നായവനാണ് അധികാരം കൊടുക്കേണ്ടത്. നാട്ടുകാരുടെ മുമ്പിൽ നല്ലവന്, മാറിക്കഴിഞ്ഞാൽ അവൻ അല്ലാഹനെ മറന്നു നടക്കുന്നവനാ. അങ്ങനെ ഉള്ള ഒരുത്തന്റെ കയ്യിൽ അധികാരം കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഉമറിനെ കുറിച്ച് പഠിക്കണം. അതുകൊണ്ട് ഉമറിന്റെ സ്വഭാവം അറിയണം. അതിന് എന്ത് ചെയ്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. ഉസ്മാൻ എന്ന് പറയുന്ന സഹാബിയെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്മാനേ, ഉമറിന് അധികാരം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മരണമെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫയായി ഉമറിനെ തെരഞ്ഞെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാ. രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എനിക്കറിയില്ല, നിനക്കറിയാം ഉസ്മാനെ, നിനക്കറിയാം ഉമറിന്റെ സ്വഭാവം എന്താണെന്ന്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഉസ്മാൻ എന്ന് പറയുന്ന സഹാബിയെ തെരഞ്ഞെടുക്കാനുള്ള കാരണം, ഉസ്മാനിനോട് ചോദിക്കാനുള്ള കാരണം, ഉസ്മാൻ തങ്ങളും ഉമർ തങ്ങളും കൂട്ടുകാരാ. രണ്ടുപേരും ഫ്രണ്ട്സുകളാണ്, രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ഒരു കൂട്ടുകാരന്റെ സ്വഭാവം കൂട്ടുകാരൻ അറിയുമല്ലോ. അതുകൊണ്ട് ചോദിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കുറിച്ച് അവിടെ നിന്ന് ചോദിക്കുന്നു, യാ ഉസ്മാൻ തങ്ങളോട് ചോദിക്കുകയാ, ഉസ്മാനേ, ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഉസ്മാൻ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സ്വഭാവത്തിനെ കുറിച്ച് തൻ്റെ കൂട്ടുകാരനായ ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടിയാണ്, വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. ഈ ലോകത്തിന്റെ അധിപനായ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. എൻ്റെ കൂട്ടുകാരൻ അല്ലാഹുവിനെ പേടിയുള്ളവനാ.
എന്റെ ചങ്ങാതി അല്ലാഹനെ പേടിയുള്ളവനാ, ഉറപ്പായിട്ടും അധികാരം കൊടുത്തോ. ഞാനാ സാക്ഷി പറയുന്നത്, അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് പറയുകയാണ്, എന്റെ കൂട്ടുകാരൻ നല്ലവനാണ്, എന്റെ കൂട്ടുകാരൻ നല്ലവനാണ്. ഞാൻ സാക്ഷി പറയുകയാണ്. ഉസ്മാൻ തങ്ങൾ ഉമർ തങ്ങൾക്ക് വേണ്ടി സാക്ഷി പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, പുറക്കാടുകാര് മുഴുവനും നീ നല്ലവനാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ രക്ഷപ്പെടണമെന്നില്ല. എന്നാ നീ സുഹൃത്തെന്ന് പറഞ്ഞ് രാവും പകലും നിന്റെ കൂടെ കൊണ്ട് നടക്കുന്ന നിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ, ആ കൂട്ടുകാരൻ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് കബറടക്കിയതിന് ശേഷം നാളെ അല്ലാഹുവോട് പറയുകയാ, പടച്ചവനെ ഇവൻ നല്ലവനാ, ഇവൻ നല്ലവനാ എന്ന് സാക്ഷി പറഞ്ഞ നിനക്ക് സ്വർഗം നിർബന്ധമാ വാപ്പാ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് ചോദിക്കട്ടെ, നീ മരിച്ചു പോയാൽ നീ നല്ലവനാണെന്ന് പറയാൻ, നീ നല്ലവനാണെന്ന് പറയാൻ ഒരു നല്ല ചങ്ങാതി ആർക്കടോ ഉള്ളത്? ഉപ്പയോട് ഉമ്മയോട് ചെറുപ്പക്കാരോട്, മക്കളെ നിങ്ങളുടെ കൂടെ നടക്കുന്ന ഏത് ചങ്ങാതിയാണ് നീ നല്ലവനാണെന്ന് അല്ലാഹുവോട് പറയാൻ ധൈര്യമുള്ളത്? നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട്, എന്നാലൊന്ന് പടങ്ങി നോക്കടോ. നീ പറയും അവന് ചങ്കാണെന്ന്, അവനെന്റെ കരളാണെന്ന്, ഇവനെന്റെ ചങ്കാണെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, നീ അവനുമായിട്ടൊന്ന് പിണങ്ങി നോക്കടാ. നീ ഏറ്റവും വലിയ സുഹൃത്തെന്ന് പറയുന്നവൻ, അവനുമായിട്ട് നീ ഒന്ന് പിണങ്ങി നോക്ക്. പുറക്കാട് പള്ളിയുടെ റോഡിൽ ഇറങ്ങി നിന്നിട്ട് അവൻ നിന്റെ ചരിത്രം വിളിച്ചു പറയുമടാ, ചെറുപ്പക്കാരാ നമുക്ക് നല്ല കൂട്ടുകാരില്ലടോ, നമുക്ക് നല്ല കൂട്ടുകാരില്ലടോ. അല്ലാഹനെ കുറിച്ച് പറഞ്ഞു തരുന്ന, അല്ലാഹനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു നല്ല കൂട്ടുകാരൻ നമുക്കുണ്ടോ ചെറുപ്പക്കാരാ? എടാ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാ? സംഘം എന്ന് പറഞ്ഞാൽ ആരാ? നിനക്കതിന്റെ അർത്ഥം അറിയാനട്ടാ പൊന്നുമോനെ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ. ആത്മാർത്ഥ സുഹൃത്തെന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? രണ്ട് ചങ്കുകളെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാ, രണ്ട് കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ആരാണ് ആ കൂട്ടുകാരെന്നറിയുമോ? ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു വീടിനകത്ത് നിന്ന് പുറത്തിറങ്ങുകയാണ്, തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്, തന്റെ ചങ്കിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. പാതിരാത്രിയിൽ തന്റെ കൂട്ടുകാരന്റെ വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, എടാ സഅദ്, സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന തന്റെ കൂട്ടുകാരന്റെ വീടിന്റെ മുറ്റത്ത് ചെന്നിട്ട് വിളിക്കുന്നു, ഇറങ്ങി വാടാ സഅദ്. ഗാനമേള കേൾക്കാനല്ല, ഉത്സവ പറമ്പിൽ പോകാനല്ല, വഴിയോരത്ത് പോയിരിക്കാനല്ല, കാമുകിയുടെ വീട്ടിലേക്ക് പോകാനല്ല, ഇറങ്ങി വാടാ സഅദ്, ഇറങ്ങി വാടാ സഅദ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി വരികയാ. ഉളുവെടുക്കടാ സഅദ്, ഉളുവെടുക്കടാ സഅദ്. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ഉളുവെടുത്തു. രണ്ടുപേരും കൂടെ അതാ ആരാരുമില്ലാത്ത ഒരു ഭാഗത്ത് പോയിരുന്നു. മുസല്ല വിരിച്ചിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ പറഞ്ഞു, സഅദ് നാളെ ഉഹദിന്റെ രണാങ്കണത്തിൽ പോവുകയാ, ഇനി തിരിച്ചു വരുമോ എന്നറിയില്ല. ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാ, ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാ. സഅദേ നിനക്ക് എന്താണോ വേണ്ടത് നീ അല്ലാഹുവോട് ദുആ ചെയ്യ്. ഞാൻ ആമീൻ പറയാമടാ, ഞാൻ നിന്റെ കൂട്ടുകാരനാ സഅദ്, നീ എന്ത് ചോദിച്ചാലും ഞാൻ ആമീൻ പറയാ. സഅദ് ഞാൻ ദുആ ചെയ്താ നീ ആമീൻ പറയണേ. അങ്ങനെ രണ്ടുപേരും തീരുമാനിക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസിനോട് പറഞ്ഞു, എടാ നീ ദുആ ചെയ്യടാ സഅദ്. സഅദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് പടച്ച
റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു. നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരാരോഗ്യമുള്ള ഒരു യോദ്ധാവിനെ എനിക്ക് എതിരാളിയായി തരണം പടച്ചവന്. അവന് യോദ്ധാവായിരിക്കണം പടച്ചവര്. അവൻ വല്ലാത്ത ആരോഗ്യമുള്ളവനായിരിക്കണം പടച്ചവര്. എനിക്കവനെ കീഴ്പ്പെടുത്തണം തമ്പുരാന്. എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന്. എൻ്റെ കൈ കൊണ്ട് തന്നെ എനിക്കവനെ പരാജയപ്പെടുത്തണം. അല്ലാ, എന്നെ നീ ജീവനോടെ മടക്കണേ അല്ലാ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ ആമീൻ പറയുകയാ. യുദ്ധക്കളത്തിൽ പോകണം, ഏറ്റവും വലിയ യോദ്ധാവിനെ വധിക്കണം, എന്നിട്ട് ജീവനോടെ തിരിച്ചു വരണം. ദുആ ചെയ്തപ്പോൾ ആമീൻ പറയുകയാ. എടാ സഅദ്, ഇനി നീ ആമീൻ പറയ്, ഞാൻ ദുആ ചെയ്യാ. എന്താണ് സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ ആമീൻ പറയുമ്പോ അവിടെന്ന് ദുആ ചെയ്തതെന്നറിയുമോ? അല്ലാഹുവേ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോ എന്നെക്കാളും ആരോഗ്യമുള്ള, എന്നെക്കാളും യോദ്ധാവായ, കരുണയില്ലാത്ത ഒരുത്തനെ എനിക്ക് എതിരാളിയായി തരണം തമ്പുരാന്. അവൻ മനുഷ്യത്വമില്ലാത്തവനായിരിക്കണം, അവന് കരുണയില്ലാത്തവനായിരിക്കണം, അവൻ എന്നെക്കാളും യോദ്ധാവായിരിക്കണം. പടച്ച റബ്ബേ, അവൻ എൻ്റെ കാല് രണ്ടും മുറിക്കണേ അല്ലാ. അവൻ എൻ്റെ കൈ വെട്ടി മുറിക്കണേ അല്ലാ. അവൻ എൻ്റെ മൂക്ക് മുറിച്ചെടുക്കണേ അല്ലാ. എൻ്റെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കണേ അല്ലാ. എൻ്റെ ചെവി മുറിച്ചെടുത്തിട്ട് അവൻ ഉഹദിൻ്റെ രണാങ്കണത്തിൽ കെട്ടിത്തൂക്കണേ അല്ലാ. എന്നെ ജീവനോടെ മടക്കല്ലേ അല്ലാ. ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് എന്നെ ജീവനോടെ മടക്കല്ല പടച്ചവര്. സഅദ് ബിൻ അബീ വഖാസ് എന്ന് പറയുന്ന ചങ്കിന്റെ കണ്ണ് നിറയുകയാണ്. അങ്ങനെ രണ്ടുപേരും സലാം പറഞ്ഞ് പിരിയുകയാണ്. പടച്ചവനെ, ഉഹദിന്റെ രണാങ്കണത്തിൽ അവിടുന്ന് യുദ്ധം കഴിഞ്ഞു. വൈകുന്നേരമായപ്പോ സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ പറയുന്നു, അൽഹംദുലില്ലാഹ്, എന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചല്ലോ. ഞാൻ ചോദിച്ചതുപോലെ ഏറ്റവും വലിയ യോദ്ധാവിനെയാണ് അവിടുന്ന് വധിച്ചിരിക്കുന്നത്. പടച്ചവനെ, ഒരു പോരായ്മയുമില്ല. തന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു. ഇനി അറിയേണ്ടത് ചങ്ങാതിയെ കുറിച്ചാ, ഇനി തന്റെ ഫ്രണ്ടിനെ കുറിച്ചാണ് അറിയേണ്ടത്. ഓടുകയാണ്. ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാ. കയ്യില്ലടാ ചെറുപ്പക്കാരാ, കാലില്ല ഉപ്പമാര്, മൂക്ക് കാണാനില്ല പെങ്ങള്. എടാ ചെറുപ്പക്കാരാ, ചെവി മുറിച്ചിട്ട് ചോദിച്ചതുപോലെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാ. ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കി മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ പറഞ്ഞു, സഅദ്, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ എനിക്ക് അല്ലാഹുവോട് പറയാം, എൻ്റെ കാല് കൊടുത്തെന്ന്, എൻ്റെ കൈ കൊടുത്തെന്ന്, എൻ്റെ ചെവി കൊടുത്തെന്ന്, എൻ്റെ മൂക്ക് കൊടുത്തെന്ന്, എൻ്റെ ജീവിതം കൊടുത്തെന്ന് എനിക്ക് അല്ലാഹുവോട് പറയാ. സഅദ്, നീ സാക്ഷി പറയണേടാ. സഅദ്, നീ അല്ലാഹുവോട് പറയണം, ഈ പാവപ്പെട്ടവന് വേണ്ടി നീ സാക്ഷി പറയണം. സഅദ്, നീ എൻ്റെ കൂട്ടുകാരനാണടാ. നീ അല്ലാഹുവോട് പറയണം, ഞാൻ പറയുന്നത് സത്യമാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഇത് തന്നെയാ അള്ളയും പറഞ്ഞത്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ ഈ പുറക്കാട് മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ വാപ്പാ അല്ലാഹുടെ മുമ്പിൽ വന്നിട്ട് നിന്റെ കൈ പിടിച്ചിട്ട്, ഇവൻ എൻ്റെ കൂട്ടുകാരനാണ് റബ്ബേ, ഇവൻ നല്ലവനാണ് അല്ലാ, ഇവന് സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറയാൻ ഒരു നല്ല കൂട്ടുകാരനുണ്ടോ വാപ്പാ?
നാളെ അള്ളാഹുടെ മുമ്പിൽ ചെന്നിട്ട് പടച്ചവനെ ഇവൻ എൻ്റെ കൂട്ടുകാരനാണ്, ഞാൻ സാക്ഷി പറയുന്നു പടച്ചവനെ ഇവൻ നല്ലവനാ, ഇവന് സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു കൂട്ടുകാരൻ എനിക്കോ നിങ്ങൾക്കുണ്ടോ? നമ്മുടെ കൂടെ കുറേ ചങ്ങാതിമാരുണ്ട്, ഓനാണ് വീടി വലിക്കാൻ പഠിപ്പിച്ചത്. നമ്മൾ ആദ്യമായിട്ട് വീടി വലിക്കാൻ പഠിപ്പിച്ചത് നമ്മുടെ കൂട്ടുകാരൻ, സിനിമാ തിയേറ്ററിൽ പോകാൻ പഠിപ്പിച്ചത് കൂട്ടുകാരൻ, കള്ളത്തരങ്ങൾ കാണിക്കാൻ പഠിപ്പിച്ചത് കൂട്ടുകാരൻ, പെങ്ങളെ ഫർദയും ഹിജാബും ധരിച്ച് നടന്ന നിന്നെ, അള്ളാനെ പേടിച്ച് നടന്ന നിന്നെ. ആമിന പറഞ്ഞു, ആയിഷ എടി എനിക്ക് അവനോട് പ്രണയമുണ്ട്, നീ കാവലിൽ നിന്നാ മതി, ആരെങ്കിലും വരുന്നോന്ന് നോക്കിയാൽ മതി, ഇത്രയും ചെയ്താൽ മതി. പ്രണയിക്കണമെന്നൊന്നും പറഞ്ഞില്ല. എടി എനിക്ക് ട്യൂഷൻ ഉണ്ടെന്ന് കള്ളം പറയണം, അല്ലെങ്കിൽ നിന്റെ വീട്ടിലുണ്ടെന്ന് കള്ളം പറയണം, അങ്ങനെ പറയാൻ പഠിപ്പിച്ച ഒരു കൂട്ടുകാരി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ 3 സിമ്മുണ്ട്, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമിന പണ്ട് കൂട്ടുപോയതാ, ഇപ്പൊ ആമിനായിക്ക് നല്ല ഒരുപാടെണ്ണം ഉണ്ട്. ഇവിടെ ഈ ഇരിക്കണ ഏതെങ്കിലും ഒരു മനുഷ്യനോട് നിന്റെ ചങ്ങാതി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇന്ന് തഹജ്ജുദ് നിസ്കരിച്ചോന്ന്? ഒരിക്കലെങ്കിലും. ഖുർആനിലെ ഖതീബ് ഉസ്താദ് ഖുർആൻ ഓതുന്നതിന്റെ മഹത്വം പറഞ്ഞു, ഓരോ സൂറത്തുകൾ ഓതുന്നതിന്റെ. ഈ ഇരിക്കണ ഏതെങ്കിലും ഒരു വാപ്പാനോട് നിന്റെ ഉപ്പ അസറിന് നിന്റെ ഫ്രണ്ട് രണ്ടുപേരും കൂടെ റോഡ് സൈഡിൽ ഇരുന്നിട്ട് ചായ കുടിക്കുമ്പോ അളിയ ഇന്ന് ഖുർആൻ വല്ലോ ഓതിയിട്ടുണ്ടോടാ എന്ന് ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദര. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ആലോചിച്ച് കാര്യം നമ്മൾ ചോദിക്കാം. നമുക്ക് ഇപ്പം കൂട്ടുകാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടോ? ഇപ്പം ചെറുപ്പക്കാരെക്കാരും കൂട്ടുകാര് പ്രായമുള്ളവർക്ക് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയാണല്ലോ ഇപ്പം എവിടെ നോക്കിയാലും ഉംറയ്ക്ക് പോയിട്ട് വന്ന കൂട്ടുകാർ ഇല്ല ഗ്രൂപ്പ്, ഹജ്ജിന് പോയിട്ട് വന്ന ഗ്രൂപ്പ്, സിയാറത്ത് ഗ്രൂപ്പ്, മഹല്ല് ഗ്രൂപ്പ്, കുടുംബ ഗ്രൂപ്പ്, സ്കൂളിലും ഗ്രൂപ്പ്. ഇപ്പം ഇരിക്കുന്ന പ്രായമുള്ള വാപ്പമാരൊക്കെ ഫേസ്ബുക്ക് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ലൈക്ക് അടിക്കുന്നു, ഷെയർ അടിക്കുന്നുണ്ട്, കമൻ്റ് ഇടുന്നുണ്ട്. ആർക്ക്? 1980 കൂടെ പഠിച്ച ആമിനായിക്ക് 10ാം ക്ലാസ്സിൽ. ഇപ്പൊ പണ്ട് സ്കൂളിൽ പഠിച്ച വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ പഠിച്ചവർക്ക് എല്ലാവർക്കും ഇപ്പൊ ഗ്രൂപ്പാ. അന്ന് ആർക്കും ബന്ധമൊന്നും ഇല്ലായിരുന്നു. ഇന്ന് CC അടഞ്ഞ് തീരാൻ സമയമായപ്പോഴാ ഗ്രൂപ്പ്. ആയിഷ നീ ആ പാവാടയൊക്കെ ഉടുത്തിയിട്ട് വരുന്ന രംഗം ഒന്ന് കാണണം, ഞാനിങ്ങനെ വെള്ളമിറക്കി നിന്നിട്ടുണ്ട് ആമീന. ഇപ്പൊ എടാ മുടിയൊക്കെ നരച്ചിട്ട് പള്ളിക്കുഴി പോകാൻ സമയമായ വാപ്പ ആമിനോട് പറയാ, ആമിനായെ കെട്ടിച്ച് ആമിനയുടെ മക്കളെയും കെട്ടിച്ച് കൊച്ചുമക്കളെയും കെട്ടിച്ച്. ഇപ്പോഴാ ആമിന പറയാ ഇത് അവസ്ഥ, ഒളിച്ചോട്ടം തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞോ? ഇപ്പൊ ട്രെൻഡ് അതാ. ഇപ്പൊ ഒളിച്ചോടുന്നത് ലാസ്റ്റ് CC തീരാറായവരാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ കൂട്ടുകാര് വേണമടോ, കൂട്ടുകാരെ തെരഞ്ഞെടുക്കണം, ഒറ്റയ്ക്ക് നടക്കാൻ പാടില്ല. ഫ്രണ്ട്ഷിപ്പിന് വലിയ സ്ഥാനം കൊടുത്ത മതമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ. ഫ്രണ്ട്ഷിപ്പിന് സ്ഥാനമില്ലെന്ന് ആരാ പറഞ്ഞേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറയുകയാ. ഫ്രണ്ട്ഷിപ്പിന് വല്ലാത്ത സ്ഥാനമുണ്ട് ചെറുപ്പക്കാരാ, കൂട്ടുകാർക്ക് വല്ലാത്ത സ്ഥാനമുണ്ടടാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഒരു വലിയ സിംഹാസനം കൊണ്ടുവന്ന് വെക്കുകയാണ്. നബി തങ്ങൾ അതിന്റെ മഹത്വം പറയുകയാണ്. ആ സിംഹാസനത്തിന്റെ പ്രത്യേകത പറയുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അത് പ്രവാചകന്മാർക്കുള്ളതാണോ നബിയേ? ആ സിംഹാസനം പ്രവാചകന്മാർക്ക് കിട്ടുന്നതാണോ? നബി തങ്ങൾ പറഞ്ഞു, അല്ല സഹാബ, ശുഹദാക്കൾക്കുള്ളതാണോ നബിയേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ശുഹദാക്കൾക്കുള്ളതല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആ പ്രവാചകന്മാര് കൊതിക്കും ആ സിംഹാസനമൊന്ന് കിട്ടാറ്. ബദറിലും മുഖദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലുമല്ല പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടി പോരാടി വീരിമിത്യം വലിച്ച ശുഹദാക്കളുണ്ടല്ലോ. ആ ശുഹദാക്കള് വിചാരിക്കും, ആഗ്രഹിക്കും ആ സിംഹാസനത്തിലൊന്നിരിക്കാൻ. അത് പ്രവാചകന്മാര് കൊതിക്കുന്നതാണ്, അത് ശുഹദാക്കൾ കൊതിക്കുന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, പിന്നെ ആർക്കുള്ളതാ നബിയേ? അറിയുമോടാ ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ പ്രവാചകന്മാര് കൊതിക്കുന്ന, ശുഹദാക്കള് കൊതിക്കുന്ന ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരെന്നറിയുമോ? ഹും ഖൗമുൻ തുഹാബു ബിറൂഹില്ലാ.
അള്ളാഹിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്കുള്ളതാ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്കുള്ളതാ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങള്, നല്ല കൂട്ടുകാരികളെ തെരഞ്ഞെടുക്കണേ. എങ്കിൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാമത് മൂതുമ്പോ പുറക്കാട് പള്ളിയുടെ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടികയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, ഉഹദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് വരുന്നവർ, ഇതുപോലെ ഉടുതുണിയില്ലാതെ 41 വിഭാഗത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ പടച്ച റബ്ബേ, ആദം നബി മുതൽ അസ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരും അവരുടെ അനുയായികൾ മുഴുവനും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കുകയാ. ചെമ്പിന്റെ തറയിലാ മോനെ, ചെമ്പിന്റെ തറയിലാ വാപ്പാ. ഒരാൾ പോലും ഉടുതുണി ഇട്ടിട്ടില്ല, എല്ലാവരും നഗ്നരാണ്. പടച്ചവനെ, സിറാജ് ഇന്ന് ഇവിടെ വെച്ചിട്ട് ഈ 9 മണി കഴിയുമ്പോ വിയർക്കുകയാണ്. സിറാജിന് വല്ലാത്ത ചൂടെടുക്കുകയാണ്. മുഖത്തുകൂടെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിനകത്തുകൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ എനിക്ക് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. എന്നാ ഇതൊരു ചൂടാണോ വാപ്പാ? ഇതൊരു ചൂടാണോ വാപ്പാ? പെങ്ങളെ, ഇതൊക്കെ ഒരു വിയർപ്പാണോ പെങ്ങള്? സിറാജിന്റെ തലയുടെ 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ആ സൂര്യൻ അസ്തമിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സിറാജിന് വിയർക്കുകയാണ്. നിങ്ങൾക്ക് ചൂടെടുക്കുകയാണ്, വല്ലാതെ പ്രയാസപ്പെടുന്നല്ലോ. എന്നാ ചൂടുള്ള നാളുണ്ടേ, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയുമായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈളാ. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. പഴയ വീട് കെട്ടുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? അടാ, ചെളിമണ്ണിനകത്ത് നിന്ന് ഉണ്ടാക്കിയ ഇഷ്ടിക എങ്ങനെയാണ് ചുമന്ന നിറമായതെന്ന് നിനക്കറിയുമോ? മോനെ, അടുക്കി വെച്ചിട്ട്, വലിപ്പത്തിൽ അടുക്കി വെച്ചിട്ട് പച്ചവിറകിട്ട് കത്തിക്കുന്ന ചൂളയുടെ പരിസരത്ത് പോയിട്ടുണ്ടോ? വല്ലാത്ത പ്രയാസമാ പൊന്നുമോനെ. പുറക്കാടിലൂടെ കാളവണ്ടി ചുമട് വലിച്ചു കൊണ്ടുപോകുമ്പോ നടന്ന് ക്ഷീണിച്ചതിന്റെ പേരിൽ കാളയുടെ വായിലൂടെ പതയും നൊരയും ഒഴുകുന്നത് കണ്ടിട്ടുണ്ടോ? ഇതുപോലെ അള്ളാഹുവിന്റെ പരലോകത്ത് നിനക്ക് കാണാം. മനുഷ്യന്റെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒഴുകുകയാണ്. ഉമ്മമാരേ, ചോറ് വെക്കുന്നവളല്ലേ, കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചു മറിയുകയാണ്. കലത്തിന്റെ മുകളിലൂടെ ചോറിങ്ങനെ കവിഞ്ഞ് വെറിയിലേക്ക് വീഴാറുണ്ടല്ലോ. നിന്റെയൊക്കെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അതിങ്ങനെ തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മഹ്ശറ. അല്ലാഹുവേ, ഒരേ ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു തണലേ ഉള്ളൂ. എവിടെയാണ് ആ തണലെന്നറിയുമോ? അല്ലാഹുവിന്റെ അർശിന്റെ താഴെയാ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനത്തിന്റെ താഴെ ഇതുപോലെ ഒരു സ്റ്റേജ് കാണാ ചെറുപ്പക്കാരാ, പെങ്ങളെ, ഇതുപോലെ ഒരു സ്റ്റേജ് കാണാം. അന്ന് കസേരയിൽ ഇരിക്കുന്നത് വിവിഐപികളാണ്. അന്ന് അല്ലാഹുവാണ് വിവിഐപികളെ തെരഞ്ഞെടുക്കുന്നത്. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി. നിബിതങ്ങളെ പറയുകയാണ്, അന്ന് അല്ലാഹുവിന്റെ അർശിന്റെ താഴെ 7 വിഭാഗം ആൾക്കാർക്ക് അല്ലാഹു ഒരു സ്ഥാനം കൊടുക്കുകയാ. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ യഥാ ഒരു മലക്കു വയുനാദിൽ മുനാദീ
മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു മലക്ക് വിളിക്കുകയാ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ. വാടാ സിറാജ്. ആരെയാ വിളിക്കുന്നതെന്നറിയോ? എവിടെ വെച്ചാ വിളിക്കുന്നതെന്നറിയോ? ലോകത്ത് കടന്നു വന്ന ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സക്കരിയാ നബിയും ദാവൂദ് നബിയും ഈസാ നബിയും ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാർ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ മക്കള്, പടച്ചവനെ സ്വഹാബത്ത്, സുഹദാക്കള്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഈ മഖാമിനകത്ത് കിടന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുൾപ്പെടെ എന്തിനാ നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ കൂട്ടുകാര്, നിന്റെ കുടുംബക്കാര്, നിന്റെ നാട്ടുകാര്, നിന്റെ അയൽവാസികള്, കോടാനി 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 വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അല്ലാഹു വിളിക്കുകയാ, വാ മോനെ. ആരെയാ വിളിക്കുന്നതെന്നറിയുവോ? അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച രണ്ട് കൂട്ടുകാർ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവര്, അവരധികാരത്തിന് വേണ്ടിയല്ല, സുഖിക്കാൻ വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയല്ല, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, അവര് സ്നേഹിച്ചത് അല്ലാഹുവിന് വേണ്ടിയാ. അവര് സ്നേഹിച്ചത് അല്ലാഹുവിന് വേണ്ടിയാ. അങ്ങനെ സ്നേഹിച്ചവർക്ക് അല്ലാഹു നാളെ അർശിന്റെ താഴെ ഒരു സ്ഥാനം കൊടുക്കുമെന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, പഠിക്കണേ ചെറുപ്പക്കാരാ. എന്ത് തോന്നിവാസവും കാണിക്കാറുണ്ടല്ലോ, എന്ത് തോന്നിവാസവും കൂട്ടുകാർക്ക് വേണ്ടി കാണിക്കും. എടാ, നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു, നീ എന്തിനാടാ അവനെ സഹായിച്ചത്? വല്ല പെൺകുട്ടിയും വിളിച്ചിറക്കി കൊണ്ട് വന്നവനെ നീ എന്തിനാ സഹായിച്ചേ? അവൻ എൻ്റെ ഫ്രണ്ടല്ലേ ഉസ്താദെ, വിളിച്ചോണ്ട് വാടാ, ഞാൻ ഇട്ടതരാ ഉപ്പ്, സാക്ഷി ഞാൻ നിൽക്കാം. ഫർദയും ഹിജാബും ധരിച്ചവള് കൂടെ പഠിക്കുന്നവളെ അടിച്ചോണ്ട് വരാൻ കൂട്ടു നിൽക്കുന്നു. ചോദിച്ചാ പറയും ഫ്രണ്ട്. എന്നാ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്ക് അള്ളാഹുവിൻ്റെ അർശിന്റെ താഴെ അല്ലാഹ് സ്ഥാനം കൊടുക്കുമ്പോ നീ ചങ്കെന്ന് പറഞ്ഞവന്റെ മുഖത്ത് നോക്കിയിട്ട് നീ പറയുകയാ, അവിടെ നിന്ന് പറയാ, യാ വൈലതാ ലൈതനീ ലം അത്തഖിദു ഫുലാനൻ ഖലീലാ. നിന്റെ കൂടെ കൂടാതിരുന്നിരുന്നെങ്കിൽ പടച്ചവനെ, എൻ്റെ നാശവേ, എൻ്റെ നാശവേ, നിന്റെ കൂടെ കൂടിയില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനേടാ എന്ന് നാളെ പരലോകത്ത് കിടന്ന് ശപിക്കുന്നവരെയും കാണാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നാളെ അവിടെ നിന്നുകൊണ്ട് പറയാ, നിന്റെ കൂടെ കൂടാതിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടവനടാ എന്ന് പറഞ്ഞ് അവിടെ തമ്മി തെല്ലുന്നവരെയും കാണാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടൊരു നല്ല ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തോ. ഇപ്പൊ കൊണ്ട് നടക്കുന്നവന്റെ കൂടെ നടക്കണ്ട, ഓന്റെ കൂടെ നടന്ന പോകേണ്ട നരകത്തിലായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നല്ല ഒരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുക. അള്ളാഹിന് വേണ്ടി സ്നേഹിക്കണം. കാണുമ്പോൾ ഉപദേശിക്കണം. പള്ളി കണ്ടില്ലല്ലോ, നിസ്കരിക്കാൻ കണ്ടില്ലല്ലോ, എടാ നീ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ നിൽക്കുന്നല്ലോടാ, ഇനി മേല ചെയ്തേക്കരുത്. ചെയ്താ ഞാനും നീയും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞു. നിന്നെ ഞാൻ അവിടെ കണ്ടല്ലോ, നീ സിലുവയ്ക്ക് പോകുന്നവനല്ലേ, പടത്തിന് പോകാറുണ്ടില്ലേ, നിർത്തണം, നല്ല സ്വഭാവമല്ല, നിർത്തിക്കോ. ഇനി നീ പോയാ ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഞാൻ നിർത്തും. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കണം, അള്ളാഹിന് വേണ്ടി വെറുക്കാൻ വേണം. തെറ്റ് ചെയ്യുന്നിട്ട് പറഞ്ഞിട്ട് ഉപദേശിച്ചിട്ട് നേരെയാകുന്നില്ല, വിട്ടേക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലവനാണെന്ന് പറയേണ്ട ഒന്നാമത്തെ ആളാരാ? പറ കാക്കാമാരെ, ആരാ? നമ്മുടെ കൂടെ നടക്കുന്നവൻ പറയണം, അവൻ കാനായും തിന്നിട്ട് എപ്പോഴും കൂടെയുണ്ട്. നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നടക്കുന്നവനെ നമ്മുടെ കൂട്ടുകാരൻ. ആ കൂട്ടുകാരൻ പറയണം നമ്മൾ നല്ലവനാണെന്ന്. അള്ളാഹു ആ കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ. നിങ്ങൾ എന്നെക്കുറിച്ച് പറയൂ, അള്ളാഹിൻ്റെ അടുത്ത് ഞാൻ നല്ലവനാണെന്ന് പറയോ? പറയാൻ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? സുഖമല്ലേ? സുഖമല്ലേ? അപ്പം നമ്മൾ കൂട്ടുകാരാ. ഒരൽഹംദുലില്ലയുടെ ബന്ധമുണ്ട് നമ്മൾ തമ്മിൽ. അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല. 9 മണിയായി, ഇനി 1 മണിക്കൂറുണ്ട്. 2, നമ്മളെക്കുറിച്ച് നമ്മൾ നല്ലവനാണെന്ന് പറയേണ്ട രണ്ടാമത്തെ ആളാരാ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്
ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമൊന്ന് വായിച്ചു നോക്കണേ ചെറുപ്പക്കാരാ. കണ്ടണം നിറഞ്ഞു പോകുന്ന ചരിത്രമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തന്റെ മരണമെടുത്തെന്ന് മനസ്സിലാവുകയാ. തന്റെ മരണമെടുത്തെന്ന് മനസ്സിലായപ്പോ കുളിച്ച് റെഡിയായിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റൂമിലേക്ക് കടന്നു വരികയാണ്. തന്റെ റൂമിലേക്ക് കടന്നു വന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യ വിളിക്കുന്നു, യാ ഫാത്തിമ, വാ ഫാത്തിമ. തന്റെ പ്രിയതമയെ വിളിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ വിളിക്കുകയാണ്, വാ ഫാത്തിമ. ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, എന്റെ മരണമെടുത്തിരിക്കുന്നു ഫാത്തിമ, എന്റെ മരണമെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഫാത്തിമ എനിക്ക് പൊരുത്തം തരണേ. ഭർത്താവ് ഭാര്യയോട് അവിടുന്ന് പൊരുത്തം ചോദിക്കുകയാണ്, യാത്ര പറയുകയാണ്, വസിയത്തുകൾ ചെയ്യുകയാണ്. ഭാര്യയും ഭർത്താവും പിരിയാൻ പോകുന്ന അവസാന നിമിഷം രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഫാത്തിമ നിന്ന് കരയുകയാണ്. തന്റെ ഭർത്താവിനോട് എന്ത് പറയാനാ? മരിക്കാൻ പോകുന്ന മനുഷ്യനോട് ഇനി എന്തു പറയാനാ? ഫാത്തിമ സങ്കടം കൊണ്ട് കരയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, എങ്കിലും പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്കു ഫാത്തിമ. റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്കു ഫാത്തിമ. ഫാത്തിമ ചോദിക്കുന്നു, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? ഇത് അവസാന സമയമാണ്, നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണ്, എന്തിനാ എന്നെ റൂമിന്റെ പുറത്താക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിൻ വലാ ജാർ. ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. എൻ്റെ കൂട്ടുകാർ വരുന്നു ഫാത്തിമ, എൻ്റെ അതിഥികൾ വരുന്നു ഫാത്തിമ. ഒന്ന് പുറത്തിറങ്ങു ഫാത്തിമ. മനസ്സില്ല മനസ്സോടെ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്കുകയാണ്. സമാധാനമില്ലടോ. തൻ്റെ ഭർത്താവ് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. വെളിയിൽ നിന്നിട്ട് സമാധാനം വരുന്നില്ല. പടച്ചവനെ, ആരാ അല്ലാ? എൻ്റെ ഭർത്താവിനെ ഇപ്പൊ കാണാൻ വരുന്നതാരാ? എൻ്റെ ഭർത്താവിനെ കാണാൻ വരുന്ന അതിഥികളാരാ? ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ എന്താണ് പറയുന്നതെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നത് എന്തെന്നറിയുമോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. തന്റെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന മലക്കിനോട് സലാം പറയുകയാണ്. അസ്റായിലേ, വാസ്റായിലേ, അസ്സലാമു അലൈക യാ അസ്റായീൽ. മർഹബാ, അവിടുന്ന് സ്വീകരിക്കുകയാണ്. പടച്ചവനെ, ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ടടങ്ങൾ നിറയുകയാണ്. തന്റെ ഭർത്താവ് അസ്റായിലിനോട് സലാം പറയുകയാ. സമാധാനമില്ലടോ. എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാൻ വീണ്ടും ഒളിഞ്ഞു നോക്കുമ്പോ തന്റെ ഭർത്താവ് ഖുർആൻ ഓതുകയാ. എപ്പോഴാണെന്നറിയോ വാപ്പാ? ഖുർആൻ ഓതുന്നത് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വരുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതിയത്? സാധാരണ ഒരായത്തല്ല ഓതിയത്. ഏതായത്താ ഓതിയതെന്നറിയുമോ? തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ والعاقبة للمتقين.
സാധാരണ ആയത്തല്ല, അത് ഖുർആനിലെ ഒരു സാധാരണ ആയത്തല്ല. തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. ഈ ആയത്താണ് തന്റെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് പാരായണം ചെയ്യുന്നത്. ഫാത്തിമ നോക്കുമ്പോ മുഖത്തേക്ക് തുണിയെടുത്തിടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ തന്റെ ഭർത്താവിന്റെ റൂമിനകത്തനക്കമില്ല. ഫാത്തിമ ഓടുകയാണ്, വാതിൽ തുറന്നിട്ട് ഓടുകയാണ്. പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ റൂമിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, റൂമിനകത്തു വല്ലാത്ത സുഗന്ധം, ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത സുഗന്ധം. കാരണം സ്വർഗത്തിലെ പട്ടുവസ്ത്രവുമായി മലക്കുകൾ വന്ന റൂമല്ലേ, വല്ലാത്ത സുഗന്ധമാണ്. തന്റെ ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങു മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, എന്തൊരു പ്രകാശമെന്നറിയോ. തന്റെ ഭർത്താവ് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ടവന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. റബ്ബേ, നാട് മുഴുവനും അറിയുകയാണ്, ജനങ്ങൾ മുഴുവനും ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് അവസാനമായൊന്ന് കാണാൻ കടന്നു വരികയാണ്. എല്ലാവരും കടന്നു വന്നു. എല്ലാവരും പറയുകയാ, നല്ല മരണമാ, നല്ല മരണമാ. അവസാനം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കുളിപ്പിച്ചു. അവിടെ നിന്ന് കഫം പൊതിഞ്ഞു. പള്ളിയിൽ നമസ്കരിക്കാൻ കൊണ്ടു ചെല്ലുമ്പോ വല്ലാത്ത ജനസാഗരമാ. അവിടെ നിന്ന് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. 6 അടി മണ്ണിലേക്ക് മയ്യത്തിറക്കി വെച്ച് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. പിടിമണ്ണ് വാരിയിട്ടിട്ട് എല്ലാവരും പിരിഞ്ഞു പോയില്ല. ആ മയ്യത്ത് ഖബറടക്കിയിട്ട് ഒരാൾ പോലും പോകുന്നില്ലടോ. എല്ലാവരും പള്ളിയുടെ പരിസരങ്ങളിൽ ഒരുമിച്ച് കൂടുകയാണ്. ആ വന്നവർ മുഴുവനും ഒരുമിച്ച് കൂടുകയാ. വല്ലാത്ത ചർച്ച നടക്കുകയാണ്. എല്ലാവരും മാറി നിന്ന് പറയുന്നത് എന്തെന്നറിയോ? എന്തൊരു മരണമാ അല്ലാ. അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ, ഖുർആനിൽ ആയത്തോതിയല്ലോ, ശഹാദത്ത് കലിമ പറഞ്ഞല്ലോ. മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു, ശരീരത്തിനു വല്ലാത്ത സുഗന്ധമായിരുന്നു. മയ്യത്ത് കാണാമെന്നവർ മുഴുവനും ഒരുമിച്ച് നിന്ന് പറയുകയാണ്, റബ്ബേ, എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു, ഇത് എങ്ങനെ കിട്ടിയെന്നറിയണമല്ലോ. അങ്ങനെ തിരിച്ചു നടന്നടോ. ആ ജനാസ കൊണ്ടുവന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് ജനങ്ങൾ മുഴുവനും തിരിച്ചു പോവുകയാണ്. അവിടെ ചെന്ന് നിന്നിട്ട് ചോദിക്കുന്നു, ഫാത്തിമ, നീ സങ്കടത്തിലാണെന്നറിയാ, ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്നറിയാ, നീ ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം ഫാത്തിമ. സങ്കടപ്പെടുത്താമെന്നതല്ല ഫാത്തിമ, വേദനിപ്പിക്കാമെന്നതല്ല ഫാത്തിമ. പിന്നെ ഈ നാട് മുഴുവനും നിന്റെ വീടിന്റെ മുമ്പില് എന്തിനാണ് വന്നതെന്നറിയോ? ഞങ്ങൾക്കൊരേ ഒരു കാര്യം അറിയണം ഫാത്തിമ, ഞങ്ങൾക്കൊരേ ഒരു കാര്യം അറിയണം ഫാത്തിമ. എന്താണ് ഞങ്ങൾക്കറിയേണ്ടതെന്നറിയോ? നിന്റെ ഭർത്താവ് മരിച്ചത് അസ്റായിലിനോട് സലാം പറഞ്ഞിട്ടാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ വൽആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് നല്ല മരണം കിട്ടുന്നതെന്ന ഖുർആനിന്റെ ആയത്ത് നിന്റെ ഭർത്താവ് ഓതി ഫാത്തിമ. ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞല്ലോ. എന്തൊരു
ഇതുപോലൊരു പ്രകാശമായിരുന്നു ഫാത്തിമ. നിന്റെ ഭർത്താവിന്റെ ചിരി ഞങ്ങളുടെ മുഖത്ത് നിന്നും മായുന്നില്ല ഫാത്തിമ. നിന്റെ ഭർത്താവിനെന്തു സുഗന്ധമായിരുന്നു ഫാത്തിമ. എല്ലാവരും പറയുന്നു നിന്റെ ഭർത്താവിന് വല്ലാത്ത സുഗന്ധമായിരുന്നെന്ന്. ഇതുപോലെ ഇന്ന് വരെ നാട് കാണാത്ത ജനം എവിടെ നിന്നാണ് വന്നതെന്ന് ഞങ്ങൾക്കറിയില്ല ഫാത്തിമ. അതുകൊണ്ട് ഫാത്തിമ, ഞങ്ങൾക്കും ഇതുപോലെ ഒരു മരണം വേണം ഫാത്തിമ. നിന്റെ ഭർത്താവിന് അല്ലാഹു കൊടുത്തതുപോലെ ഒരു മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ. അതുകൊണ്ട് ഇങ്ങനെ ഒരു മരണം കിട്ടാൻ, നിന്റെ ഭർത്താവിന് അല്ലാഹു ഇങ്ങനെ ഒരു മരണം കൊടുക്കാൻ ആ മനുഷ്യൻ ചെയ്ത നന്മ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? നിന്റെ ഭർത്താവ് ചെയ്ത നന്മ എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? മയ്യത്തടക്കാമെന്നവർ മുഴുവനും ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീടിന്റെ മുമ്പിൽ വന്ന് ചോദിക്കുമ്പോ മഹ്ദി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മഹ്ദി പറഞ്ഞ മറുപടി എന്താ? അവിടെന്ന് പറയുകയാ, മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സരിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമ. എന്റെ ഭർത്താവ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് സദഖ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല, അങ്ങനെ ഒന്നും ഞാൻ പറയില്ല. പക്ഷേ എന്റെ ഭർത്താവിന് അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കാ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണം ഏതെന്നറിയുമോ? ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. തന്റെ ഭർത്താവിനെ കുറിച്ച് ചോദിച്ചപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ പറഞ്ഞ മറുപടിയാ, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിയുള്ള വേറെ ഒരാള്, എന്റെ ഭർത്താവിനെ പോലെ പടച്ച റബ്ബിനെ പേടിയുള്ള ഒരു മനുഷ്യര് വല്ലാഹി എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് മഹ്ദി പറയുകയാ, റുബമാ യദ്കുറുല്ലാഹ ഫിൽ ലൈൽ യദ്കുറുല്ലാഹ സുമ്മ യബ്കീ ഹത്താ യുസ്ബിഹാ. ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, ഭാര്യയും ഭർത്താവും കിടപ്പറയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ പറഞ്ഞു, അല്ലാഹയെ കുറിച്ച് പറഞ്ഞു, അല്ലാഹനെ കുറിച്ച് പറഞ്ഞു. എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി, എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. കരച്ചിൽ എത്രത്തോളം നീണ്ടെന്നറിയോ? സുബഹി വരെ ബെഡ്റൂമിനകത്തിരുന്ന് കരഞ്ഞടോ. മരണം പറഞ്ഞപ്പോഴല്ല, നരകം പറഞ്ഞപ്പോഴല്ല, മസ്സറ പറഞ്ഞപ്പോഴല്ല, ഹിസാബ് പറഞ്ഞപ്പോഴല്ല, അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് വെളുപ്പാങ്കാലം വരെ ഇരുന്ന് കരഞ്ഞടോ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹ് പറയുകയാ, ആരാ വിശ്വാസി എന്നറിയോ? ആരാണ് യഥാർത്ഥ വിശ്വാസി എന്നറിയോ? ഈമാനുള്ളവൻ ആരെന്നറിയോ? താടിയും തഴമ്പുമുള്ളവൻ മാത്രമല്ലടോ, ഈമാനുള്ളവൻ ആരാണെന്നറിയോ? അവന്റെ മുമ്പിൽ എങ്ങാണം അല്ലാഹ് എന്ന് പറഞ്ഞ, അല്ലാഹ് എന്ന് പറഞ്ഞ അവന്റെ കണ്ണ് നിറയുമടോ.
അവന്റെ കൈകാലുകൾ വിറയ്ക്കും, അവന്റെ ഹൃദയമൊന്നു പിടയും. അല്ലാ എന്നൊന്നു പറഞ്ഞാൽ അവനാണ് വിശ്വാസി എന്ന് ഖുർആൻ പറയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയുകയാ, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരാളെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് ചോദിച്ചു, ആയിഷ, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? കാന ഖുലുഖുഹു ഖുർആൻ. എന്റെ ഭർത്താവിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. അപ്പൊ അതുകൊണ്ട് എൻ്റെ സഹോദര, നീ മരിച്ചതിന് ശേഷം നിന്നെക്കുറിച്ച് നല്ലത് പറയേണ്ട രണ്ടാമത്തെ ആള് ആരാ? ആരാ? നിന്റെ കൂടെ കിടക്കുന്ന നിന്റെ ഭാര്യ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറയൂ, നമ്മളെക്കുറിച്ച് പറയോ? ഓള് ലോകത്ത് ആരെക്കുറിച്ച് വേണമെങ്കിലും നല്ലതെന്ന് പറയും, നമ്മളെക്കുറിച്ച് ഓള് പറയൂല. കാരണം നമ്മുടെ സ്വഭാവം ഓക്ക് നല്ലതുപോലെ അറിയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നാട്ടുകാരുടെ മുമ്പിൽ നീ വലിയ ആളൊക്കെ തന്നെ, അത് പോട്ടെ. നിന്റെ ആമിന ഇന്ന് വഴുത് കഴിഞ്ഞിട്ട് നീ പോയി നോക്ക്. രാത്രി കിടക്കാൻ സമയത്ത് ചുമ്മാതെ ആമിനാണ്ട് ചോദിക്കണുണ്ട്, എൻ്റെ മുത്തേ, എൻ്റെ പൊന്നെ, ഞാൻ മരിച്ചാൽ നീ എന്നെക്കുറിച്ച് നല്ലത് പറയുമോ എന്നൊന്ന് ചോദിച്ചു വയ്ക്കേ. ആമിന കിടന്ന് ചിരിക്കുന്ന കാണാം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എടോ ചങ്ങാതി, നിന്നെക്കുറിച്ച് നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. പറയോ? ഒന്ന് ആലോചിക്കു സഹോദര. പടച്ചറബ്ബ് എങ്ങനെ പറയാനാ? ചില ഭർത്താക്കന്മാർ വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോകും. കേട്ടോടി, ഉസ്താദ് പറഞ്ഞ കേട്ടോ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണം. ഭർത്താവ് ഭാര്യയോട് പറയാ, കേട്ടോ ഇമാം പറഞ്ഞ കേട്ടോ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണം. എൻ്റെ മൂക്കിനകത്ത് നിന്ന് ചീഞ്ചല ഒഴുകി വന്ന അതുപോലും നീ തുടച്ചെടുക്കണം. അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ ചെയ്യാൻ പറയുമായിരുന്നു. അത്രയ്ക്കും പവറുള്ള ആളാ ഞാൻ. ഇതാരാ പറയണേ? കഞ്ചാവ് അടിച്ച് കിടക്കുന്നവൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എടാ, വെള്ളിയാഴ്ച പോലും പള്ളിയിൽ കയറാതെ പേവെള്ളം അടിച്ച് കിടക്കുന്നവനാ ഭാര്യ എടുത്ത് വിട്ട് പറയുക, നീ പോണെങ്കിൽ എൻ്റെ പൊരുത്തം വേണം. എൻ്റെ പൊന്നാര കാക്ക, നീ പോണെങ്കിൽ ഓള് വിചാരിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറള്ള ഈമാൻ തരുമാറാകട്ടെ. നീ സ്വർഗത്തിൽ ഈ നാട്ടുകാരെ കൊണ്ട് മുഴുവനും നീ മഹാനാന്ന് പറയിക്കണ്ട, കൂടെ കടക്കുന്നവൾ പറയട്ടെ. നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. ആദ്യം അവളെ കൊണ്ട് പറയിപ്പിക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ പറയാനാ? നിന്റെ സ്വഭാവം അങ്ങനത്തതാ. ചില ആൾക്കാർ നാട്ടുകാരുടെ ഒക്കെ മുമ്പിൽ വലിയ ആൾക്കാരാ, അല്ലേ? മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ ഭർത്താവ് അബൂ സുഫിയാൻ എനിക്ക് ചെലവിന് തരത്തില്ല. എന്നാൽ നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളാ, അദ്ദേഹം അറിയപ്പെടുന്ന വലിയ ആളാ. എൻ്റെ ഭർത്താവ് എനിക്ക് ചെലവിന് തരത്തില്ല നബിയെ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കാതെ പോക്കറ്റിൽ നിന്ന് എടുക്കും നബിയെ. അത് തെറ്റാണോ നബിയെ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് ഭാര്യമാർ അനുവാദമില്ലാതെ പൈസ എടുക്കാറുണ്ട്. എടുക്കാൻ പാടുണ്ടോ? എടുക്കാൻ പാടുണ്ടോ? ഈ സംശയമാണ് ആര് ചോദിച്ചത്? നബിതങ്ങളോട് ഹിന്ദ് ചോദിച്ചത്. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ പറഞ്ഞ്? ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ. ആരോട്? ഏത് ഭർത്താവിൻ്റെ എടുക്കാനാ പറഞ്ഞേ? തൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമുള്ളതുപോലും കൊടുക്കാത്തവൻ. ഒരു പെണ്ണിന് അർഹതപ്പെട്ടതുപോലും ചെലവിന് പോലും കൊടുക്കാത്ത ചില ആൾക്കാരുണ്ട്. ഇപ്പം അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ 2 പെണ്ണ് കെട്ടും, 2, 3, 4 വരെ കെട്ടാം, കുഴപ്പമൊന്നുമില്ല. കെട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. നീ 1, 4 വരെ കെട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. എടാ, 4 പെണ്ണ് കെട്ടുന്നവനും ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്. ഇതിങ്ങനെ ഒരെണ്ണം മഹല്ലും വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞു കെട്ടും, ഒന്ന് അറിയാതെ കെട്ടും. ഒരു വാടക വീട് എടുത്ത് കൊടുത്തിട്ട് പറയും, ആഴ്ചയിൽ ഒരു ദിവസം വന്നിട്ട് പോകും, അണ്ണാച്ചി വരുന്ന പോലെ ഞാൻ വന്നിട്ട് പോകും, തീർന്നു. അങ്ങനെ കെട്ടിയിട്ട് കാര്യമില്ല. അള്ളാന്റെ ദീൻ പറയുന്നത് 2 വിവാഹം കഴിച്ചാൽ ആ 2 ഭാര്യമാരെയും ഒന്നുപോലെ കാണണം. വേർതിരിവ് കാണിച്ച നിന്നെ അള്ളാഹു വെറുതെ വിടത്തില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഭാര്യയ്ക്ക് ആവശ്യമുള്ളത് പോലും കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. ചെലവിന് കൊടുക്കൂല, അവളെ എന്ത് ചോദിച്ചാലും കൊടുക്കൂല. പിന്നെന്ത് ചെയ്യാൻ? എടുക്കലല്ലാതെ വഴി. അപ്പോൾ താത്തമാർക്ക് വലിയ സന്തോഷമായിട്ടുണ്ടാവും എടുക്കാൻ പറഞ്ഞപ്പോൾ. യത്തീംഖാനയിലാക്കിയേക്കരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യ പറയണം തൻ്റെ ഭർത്താവിനെ കുറിച്ച് നല്ലവനാണെന്ന്. ആദ്യം നീ നിൻ്റെ വീട്ടിൽ
നിന്റെ ഭാര്യയെ കൊണ്ട് പറയിപ്പിക്കും നീ നല്ലവനാണെന്ന്. അങ്ങനെ വേണം ജീവിക്കാൻ. നമ്മുടെ ജീവിതം അങ്ങനെയായിരിക്കണം. നമ്മളാണ് നമ്മുടെ ഭാര്യയുടെ മാതൃക. നമ്മുടെ ഭാര്യയുടെ ഏറ്റവും വലിയ റോൾ മോഡൽ ഭർത്താവായിരിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പുറക്കാടുള്ള സഹോദരിമാർ ചിന്തിക്കുന്നുണ്ടാകും, പടച്ചവനെ ആദ്യമായിട്ട ഒരു ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി വാഴ്ന്നു പറയാനാണ്. സാധാരണ എല്ലാ പ്രവാചകന്മാരും പെണ്ണുങ്ങളെ കുറ്റം പറയുക, ആദ്യമായിട്ടൊരു ചങ്ങാതിമാരിങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ട് താത്താമാരൊക്കെ വലിയ സന്തോഷത്തിലാണ്. അള്ളാഹു അവരുടെ സന്തോഷം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സന്തോഷം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇത് പറഞ്ഞപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഇത്തിരി പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് പറഞ്ഞപ്പോൾ എന്നാൽ ഇനി പെണ്ണുങ്ങൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് വേണം? ആണുങ്ങൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ തൻ്റെ ഭർത്താവിനെ കുറിച്ച് നല്ലവനാണെന്ന് പറഞ്ഞാൽ, തൻ്റെ ഭർത്താവ് നല്ലവനാണെന്ന് പറഞ്ഞാൽ സ്വർഗമുണ്ട് സഹോദരാ. പെണ്ണുങ്ങളാരാണ് സ്വർഗത്തിൽ പോകുന്നതെന്നറിയുമോ? മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ബനൂ മുസ്തലക്ക് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്. നബി തങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീബി നബി തങ്ങളുടെ കൂടെയുണ്ട്. പടച്ചവനെ, യാത്രയായത് കാരണം നീണ്ട യാത്രയാണല്ലോ, മലമൂത്ര വിസർജനം നടത്തണമല്ലോ. എല്ലാവരും യാത്ര നിർത്തുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ നീ പോയി നിന്റെ ആവശ്യം പൂർത്തീകരിക്കുക. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി പോവുകയാണ്. തന്റെ ആവശ്യ പൂർത്തീകരണം കഴിഞ്ഞിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തിരിച്ചു വന്നു. തന്റെ വാഹനത്തിന്റെ മുകളിലേക്ക് കയറുന്നത് എല്ലാവരും കണ്ടു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ വന്നിട്ട് വാഹനത്തിന്റെ മുകളിൽ കയറി. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ നിങ്ങൾ പോകുക സഹാബ. ആണുങ്ങൾ മുഴുവനും പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി, തന്റെ മാല കാണുന്നില്ല, തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആ മാല ഇന്ന സ്ഥലത്താണ് പോയതെന്ന് ആയിഷയ്ക്ക് മനസ്സിലായി. എന്ത് ചെയ്തെന്നറിയുമോ? ആരോടും പറയാതെ ഇറങ്ങിപ്പോയി. ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് വരാമെന്ന് കരുതിയിട്ട് ആയിഷ ബീബി ഇറങ്ങിപ്പോയടോ. ഒരാളും കണ്ടില്ല, ഒരാളും കണ്ടില്ല. അള്ളാന്റെ റസൂലും സ്വഹാബത്തും തിരിച്ചു വന്നു. ആയിഷ ഉണ്ടെന്ന് കരുതിയിട്ട് നബി തങ്ങളും സ്വഹാബത്തും യാത്ര പോയി. കുറച്ച് കഴിയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് ഓടി വരികയാ. റബ്ബേ, അള്ളാന്റെ റസൂലും സ്വഹാബത്തും പോയിരിക്കുകയാ. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. വഴിയോരത്ത് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ആയിഷ ബീബി ഇരുന്ന് കരയുകയാണ്. ചെറിയ പെണ്ണാണ് ആയിഷ. ആയിഷ ബീബി ഒറ്റയ്ക്കിരുന്ന് കരയുകയാ. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി വരുന്നത്. ഈ സ്വഹാബി ഏറ്റവും പുറകിൽ ഒറ്റയ്ക്കാണ് വരുന്നത്. ഒറ്റയ്ക്ക് വരാനുള്ള കാരണം എന്താ? നബി തങ്ങൾ അങ്ങനെ വരാൻ പറഞ്ഞ സഹാബി എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ, കളഞ്ഞു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ ഏറ്റവും പുറകിൽ വരാൻ പറഞ്ഞ സ്വഹാബിയാണ്. സഫ്വാൻ തങ്ങൾ നോക്കുമ്പോ ഹിജാബിട്ട ഒരു പെണ്ണ് വഴിയോരത്തിരുന്ന് കരയുകയാ. സഫ്വാൻ തങ്ങൾ ചോദിക്കുന്നു, ആരാ ഇവിടെ ഇരുന്ന് കരയുന്നതാരാ? ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷയാണ്. ഇന്നാ ലില്ലാഹി ഇന്നാ ലില്ലാഹി. മുത്തുനബിയുടെ ഭാര്യയായ ആയിഷയാണെന്ന് പറയുമ്പോ സഫ്വാൻ തങ്ങൾ ചാടിയിറങ്ങുന്നു. ഉമ്മ കേറുമ്മ, ഈ വാഹനത്തിന്റെ മുകളിലേക്ക് കേറുമ്മ, ഒറ്റയ്ക്കിരുന്ന് കരയല്ലേ ഉമ്മ. കയറ് പിടിച്ചുകൊണ്ട് സഫ്വാൻ മുമ്പിൽ നടക്കാ. ഇവിടെ ഇരുന്ന് കരയല്ലേ.
ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വേറെ വഴിയില്ലാതെ അതിൻ്റെ മുകളിൽ കയറിയടോ. അങ്ങനെ യാത്ര തുടരുകയാണ്. ഒരുപാട് സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴാണ് ആയിഷയില്ലെന്ന് നബി തങ്ങൾ അറിയുന്നത്. അവസാനം വലിയ പ്രശ്നമായി. ആയിഷയ്ക്ക് എന്തു പറ്റിയെന്നറിയില്ല. എല്ലാവരും വല്ലാത്ത പ്രതിസന്ധിയിലായി. അങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി നടന്നു വരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിന്റെ മുകളിലിരിക്കുന്നു. നബി തങ്ങളെ കണ്ടു. ഓടി വന്ന് സംഭവം മുഴുവനും പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന് സമാധാനമായി, സഹാബത്തിന് സമാധാനമായി. അങ്ങനെ യാത്ര തുടങ്ങാൻ നേരത്ത് മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സലൂൻ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടവനുണ്ടായിരുന്നു. അവൻ പറയാൻ തുടങ്ങി, രണ്ടുപേരും ചെറുപ്പക്കാരാണ്, ഒരുപാട് നേരം ഒറ്റയ്ക്ക് വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. അല്ലാഹുവേ, ആയിഷ ബീവിയെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തുകയാ. ആരെക്കുറിച്ചാ പറയുന്നതെന്നറിയോ? സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു. ആയിഷ ഉമ്മ വഴിയോരത്തിരിക്കുമ്പോ എന്തു പറ്റിയെന്ന് ആ സഹാബി ചോദിച്ചില്ല. അത്രയും ദൂരം സഞ്ചരിച്ച് വന്നപ്പോഴും ഉമ്മ എങ്ങനെയാണ് ഇവിടെ ഒറ്റപ്പെട്ടു പോയതെന്ന് ആ നടന്നു വരുന്ന വഴിയിൽ പോലും ഒരു വട്ടം ചോദിക്കാത്ത സഹാബി. ആ സഹാബിയെ ചേർത്ത് വെച്ചിട്ടാണ് പറഞ്ഞു തുടങ്ങിയത്. മദീന മുഴുവനും കാട്ടുതീ പടരുന്നത് പോലെ പടരുകയാണ്. എല്ലാവരും വിശ്വസിച്ചടോ. കേട്ടവർ വിശ്വസിച്ചു. കാരണം പറഞ്ഞത് ശത്രുക്കളല്ല, നബിതങ്ങളുടെ കൂടെ പോയവരാ. വേറെ ആരുമല്ല പറഞ്ഞത്. വിശ്വസിക്കാനുള്ള കാരണം അള്ളാന്റെ റസൂലിന്റെ കൂടെ പോയവരാണ് പറഞ്ഞത്. അതുകൊണ്ട് പലരും വിശ്വസിച്ചടോ. എവിടെ നോക്കിയാലും ആയിഷാനെ കുറിച്ച് ചർച്ചയായി. എല്ലാ സ്ഥലങ്ങളിലും ആയിഷ, ഒരു നാട് മുഴുവനും ആയിഷ. നബി തങ്ങൾ ആരോടും മിണ്ടുന്നില്ല, അള്ളാന്റെ റസൂൽ ആരോടും സംസാരിക്കുന്നില്ല. പള്ളിയിൽ ചെല്ലും, നിസ്കരിക്കും, വീട്ടിലേക്ക് പോകും, എല്ലാവരും ചർച്ചയാണ്. അവസാനം നബി തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ഭാര്യയായ ആയിഷയെ കുറിച്ച് മോശമായി പറയുന്നത് കേട്ടപ്പോ സഹികെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പള്ളിയുടെ മിമ്പറിലേക്ക് കയറുകയാണ്. അള്ളാന്റെ റസൂൽ വിളിക്കുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ആയിഷാനെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോ. അള്ളാന്റെ റസൂല് പറയുകയാണ്, എനിക്കറിയാം എൻ്റെ ആയിഷാന്, എനിക്കറിയാം എൻ്റെ ആയിഷാന്. നിങ്ങളൊക്കെ എന്ത് കഥ പറഞ്ഞാലും എൻ്റെ ആയിഷാന് എനിക്കറിയാം. ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവ് പറയുകയാ, ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. എൻ്റെ ആയിഷാനെ എനിക്കറിയാ. അവൾ ഇന്നലെ വരെ എൻ്റെ കൂടെ ജീവിച്ചവളാ. ഇന്നു വരെ ഖൈറല്ലാതെ ഒരു പ്രവർത്തനം എൻ്റെ ആയിഷയുടെ ഭാഗത്ത് നിന്ന് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ, പറവുമ്മമാരെ, ഇതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് നിന്റെ ഭർത്താവ് തരുമോ? ഇതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് എൻ്റെ ഭാര്യ നല്ലവളാണ്, ഇവളെ പോലെ ഒരു പെണ്ണിനെ റബ്ബനിക്ക് തന്നല്ലോ, ഇതുപോലെ ഒരെണ്ണത്തെ എൻ്റെ റബ്ബനിക്ക് തന്നല്ലോ. പറയുമോ സഹോദരാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, ഏതെങ്കിലും ഒരുത്തനൊരു വാട്സപ്പ് മെസ്സേജ് പറഞ്ഞു, അല്ലെങ്കിൽ ഫോട്ടോ അയച്ചു കൊടുത്തു, നിന്റെ ഭാര്യ ഞാൻ പുറക്കാട് ടൗണിൽ വെച്ച് കണ്ടടാ, ഒരുത്തൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ 25 കൊല്ലം കൂടെ ജീവിച്ചവളോട് പറയുകയാ, ഞാൻ വരുന്നതിന് മുമ്പേ നീ വീട്ടിലേക്ക് പൊക്കോ. ഏതെങ്കിലും ഒരുത്തൻ, ഒരു ബന്ധു പറയാ,
അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു, നിന്റെ ഭാര്യ അങ്ങനെ ഇങ്ങനെ മെസ്സേജ് എഴുതി ചാറ്റി ഫോട്ടോ അയച്ചു കൊടുത്തു, തീർന്നു, പൊക്കോ. ഞാൻ വരുന്നതിന് മുമ്പേ, മീനും പിടിച്ചിട്ട് വരുന്നതിന് മുമ്പ് നീ പൊക്കോണം വീട്ടിൽ, കാണിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാട് മുഴുവനും ആയിഷാനെ കുറിച്ച് പറയുമ്പോഴും നബിതങ്ങൾ പറയുന്നു, എൻ്റെ ആയിഷാനെ എനിക്കറിയാം, എൻ്റെ ആയിഷാനെ എനിക്കറിയാം, അവൾ നല്ലവള. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്കേണ്ടതൊരു കാര്യമുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ഭാര്യമാരുടെ നേരെ ചാടുന്ന ഭർത്താക്കന്മാരുണ്ട്, ഭർത്താവിൻ്റെ നേരെ ചാടുന്ന ഭാര്യയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മൊബൈലുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. കള്ളം പറയണ്ട, മൊബൈലുള്ളവരൊക്കെ കൈവക്കടോ. ഇത് കൈവക്കാത്തവർക്കൊന്നും മൊബൈലില്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉണ്ട്, എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. എടോ, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ നമ്മൾ നോക്കിക്കേ, ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കും SBIയും ഫെഡറൽ ബാങ്കൊക്കെ ഉണ്ട്. ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇരിക്കുന്ന ആ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കാണ് നമ്മുടെ ഫോണിന്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണ് ആ ലോക്കറിനെക്കാളും വലിയ ലോക്കായിട്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഒന്ന് അരിച്ചു വയ്ക്കേ. ഞാൻ തന്നെ ഒരിക്കൽ വഴുത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഒരു ഉപ്പ എന്നോട് പറഞ്ഞു, മോനെ ഉസ്താദെ ഒരു ഫോട്ടോ എടുക്കണമെന്ന്. നിന്ന് കൊടുത്തു. ആ ഉപ്പ എടുക്കണം ലോക്ക് കണ്ടപ്പോൾ പടച്ചവനെ കണ്ണു തള്ളിപ്പോയി. എന്ത് ലോക്കാ സഹോദര ഞാൻ നിങ്ങൾ ഇട്ട് വെച്ചിരിക്കണത്? എടാ, തുറക്കണമെങ്കിൽ ലോക്ക്, ചിലരുടെ മുഖം കാണിക്കണം, ഫിംഗർ പ്രിന്റ്. അല്ലാഹുവേ, പിന്നെ ഇങ്ങനെ അടിച്ചടിച്ച് വെച്ചിരിക്കുക. പിന്നെ ചിലർ വരാ, എന്തൊക്കെ ഡിസൈനുകൾ. മൊബൈൽ തുറക്കണമെങ്കിൽ തന്നെ, ഗാലറി കയറണമെങ്കിൽ, വാട്സപ്പിൽ കയറണമെങ്കിൽ എല്ലാത്തിനും ലോക്ക്. എന്തിനാ കാക്ക ഇത്ര ലോക്ക്? ധൈര്യമുണ്ടോ ലോക്കിടാതെ പെണ്ണുമ്പളുടെ കയ്യിൽ ഫോൺ കൊണ്ടു കൊടുക്കാൻ? അവൾ വീട്ടിൽ പൊക്കളയും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, ഭർത്താവിനോട് ഭാര്യ ചോദിക്കാൻ, നിങ്ങൾ എന്തിനാ എൻ്റെ ഫോൺ പരിശോധിക്കണേ? പെണ്ണ് ചോദിക്ക, എന്തിനാ എൻ്റെ ഫോൺ നിങ്ങളെടുത്ത് ഒളിച്ചും പാത്തു കൊടുക്കുന്ന എന്തിനാ? ഭർത്താവ് പറയുക, നിനക്ക് സംശയാടി, നിനക്ക് സംശയ, നീ ഒളിഞ്ഞു എൻ്റെ സുബ്ഹാനല്ലാഹ്, നീ എന്തിനാ ലോക്കിട്ട് വെച്ചിരിക്കുന്നത്? ഞാനതാ ചോദിക്കുന്നേ. എടാ, മറച്ചു വെക്കാനുള്ളത് കൊണ്ടല്ലേ ലോക്കിടുന്നേ? നീ എന്തിനാ മറച്ചു വെക്കുന്നത്? എന്തിനാ ഒളിച്ചും പാത്തും? കുറെ കാലം നമ്മൾ പറഞ്ഞു, ഉസ്താദെ അത് ലോക്കിട്ട് വെച്ചിരിക്കുന്നത് പിള്ളാരെടുത്ത് ഗെയിം കളിക്കാതിരിക്കാനാ. ഉസ്താദെ അപ്പം മക്കളെടുത്ത് അപ്പ ഗെയിം കളിക്കും, അതുകൊണ്ടാ ലോക്കിട്ട് വെച്ചേ. നിന്റെ ഈ പട്ടി എറിയുന്ന ഫോൺ എന്തിനാ മക്കൾക്ക്? തലകണിൽ എത്ര ഉള്ള ടാബുമായിട്ട് അവന്മാർ നടക്കുന്നത്. ഈ ഫോൺ ആർക്ക് വേണം? എടാ, നമ്മുടെ ഫോൺ കാരണം മറച്ചു വെക്കാൻ പലതും അതിനകത്തുണ്ട്. ബാത്റൂമിൽ പോകുമ്പോൾ പോലും അതും കൊണ്ട് നടക്കണ ഭർത്താക്കന്മാരുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. ബാത്റൂമിൽ പോകുമ്പോൾ പോലും അരയെ വെച്ചുകൊണ്ട് പോകും. താഴെ ഭാര്യ എടുത്താലോ? ഇവിടെ പരസ്പരം ഇന്ന് അങ്ങനെയായി പോയി നമ്മൾ. ബന്ധവും സ്നേഹമൊന്നും ആർക്കും അറിയില്ല. കുടുംബജീവിതത്തിന്റെ വിലയോ മഹത്വോ ഒന്നും അറിയില്ല. ആർക്കാ സ്നേഹം? എടാ, ഭാര്യ മരിച്ചു, 3 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 11 കഴിഞ്ഞു, 10-21 കഴിഞ്ഞു. അപ്പോൾ ഒരുത്തം വന്നിട്ട് ചോദിക്കുന്നു, അളിയാ, അള്ളാടെ തീരുമാനം, ഭാര്യയൊക്കെ മരിച്ചു, അതൊക്കെ പടച്ച റബ്ബിൻ്റെ തീരുമാനം, ഇങ്ങനെ നടന്നാൽ മതിയോ? വലിയ പ്രായമൊന്നും ആയില്ലല്ലോ, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ, ഒരു നല്ല പെങ്കൊച്ചുണ്ട്, ആലോചിക്കട്ടെ. അപ്പോൾ ഭർത്താവ് പറയുക, 40 കഴിയട്ടെ അളിയ, ഇല്ലെങ്കിൽ നാട്ടുകാരെന്തെങ്കിലും വിചാരിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. എടാ, 40 ദിവസം ക്ഷമിക്കാനുള്ള മനസ്സ് പോലും ഭർത്താവിനില്ല. ഓൻ പറയുന്നത് നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയാം, അതുകൊണ്ട് റെഡിയാക്കി വെച്ചോ, ഉടനെ കെട്ടിയേക്കാം. ഇതാണ് സ്നേഹം. പിന്നെ പെണ്ണും പിള്ള, അത് നല്ലതാ. പണ്ടത്തെ പെണ്ണുങ്ങൾ 4 മാസവും 10 ദിവസം ഇద్దയിരിക്കും. ആരാ ഇപ്പം ഇద్దയിരിക്കണം? എടാ, ഏതെങ്കിലും പ്രായം ചെന്ന ഉമ്മമാരിരുന്നായിരുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ നിർബന്ധിക്കുന്നത് കാരണം ഒരു 40 ദിവസം വരെ ഇരിക്കും. ആ 40 കഴിഞ്ഞാൽ പുറത്ത് കാണാം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ആയിപ്പോയി ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ. എത്രയേ ഉള്ളടോ കഴിഞ്ഞൊപ്പം. എടാ, പെണ്ണ് കെട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടാ. ഭാര്യ മരിച്ചു, ഭർത്താവ് കല്യാണം കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കല്യാണം കഴിച്ചോ, മറക്കാതിരുന്നാൽ മതി. ഭാര്യ മറന്നു പോകരുത്. പെങ്ങളെ, നീ വിവാഹം കഴിച്ചോ, വേണ്ടെന്ന് പറയണില്ല. വിവാഹം കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിന്റെ ഭർത്താവിനെ നീ മറന്നു പോകരുത്. ദുആ ചെയ്യണം മനുഷ്യന്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതെങ്ങനെ അറിയാനാ? എങ്ങനെ അറിയാൻ? എടോ, കുടുംബജീവിതത്തിൻ്റെ വില എന്താണെന്ന് എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. കണ്ട കീരിയും പാമ്പിനെ പോലെ. ഭാര്യ പറയുന്നു, ഉസ്താദെ അങ്ങാർക്കിപ്പോൾ എൻ്റെ അടുത്ത് സ്നേഹമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് വിളിക്കണേ. ഇന്ന് ഭാര്യയും വായ്പാടുകാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഭാര്യ ഭർത്താക്കം, ഞാൻ എൻ്റെ ഒരു അനുഭവം, ഞാൻ ഒരു വീട്ടിൽ പോയി. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ ഭർത്താവിനെ വിളിക്കുക, എടാ അതിങ്ങെടുക്കടാ. എന്താ വിളിക്കുക? നിങ്ങളൊക്കെ എന്താ വിളിക്കണേ? നിങ്ങളൊക്കെ എന്താ ഭാര്യ വിളിക്കുക? ചീത്ത വിളിക്കാതിരുന്നാൽ മതിയായിരുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു ഭർത്താവിനെ ഭാര്യ വിളിക്കുക, എടാ അതിങ്ങെടുക്കടാ.
എവിടെ എത്തി? എടാ വാടാ പോടാ. പെണ്ണുങ്ങൾ പേരാ വിളിക്കണം ഭർത്താവിന്. ഭർത്താവിൻ്റെ പേര് വിളിക്കുന്ന പെണ്ണുങ്ങളുണ്ടോ? അബൂബക്കർ കാക്ക, പണ്ടുള്ളവര് എന്താ കുട്ടികളുടെ ഉപ്പ, ഏയ് നിങ്ങള് ഇങ്ങനെയൊക്കെയാ വിളിക്കുക. ഇപ്പൊ പേരാ വിളിക്കണത്. എൻ്റെ സഹോദരിമാരെ, വാപ്പാൻ എന്താ വിളിക്കുന്നത്? പേരാ. ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. വാപ്പയ്ക്കൊരു സ്ഥാനം, ഉമ്മയ്ക്കൊരു സ്ഥാനം, ഗുരുനാഥനൊരു സ്ഥാനം. എൻ്റെ പേര് സിറാജ്, എൻ്റെ മോൻ സിനാൻ എന്നെ സിറാജ് വാപ്പാന്നാണോ വിളിക്കേണ്ടത്, വാപ്പാന്നാണോ വിളിക്കേണ്ടത്? എന്താണോ വിളിക്കേണ്ടത്? വാപ്പാടെ പേര് എടുത്താ വിളിക്കണ്ടേ? അപ്പൊ ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം, ആദരിക്കണം. ഭാര്യ ഇക്കാന്ന് വിളിക്ക്, അല്ല പേരല്ലേ? അതെങ്ങനെ വിളിക്കാനാ? ഈ കുട്ടികൾ തന്നെ വിളിക്കുന്നത് ഗെയ്സ് ഗെയ്സ് ഗെയ്സ്, ഏ ഗെയ്സ് എന്താ ഇന്നത്തെ ഗെയ്സ് എന്നാ വിളിക്കല്ല. ഞാൻ വഴുത് കഴിഞ്ഞ് പോകുമ്പോൾ തട്ടുകടയിൽ കയറി ഒരിക്കൽ എനിക്ക് തിന്നണം വേണം, ഈ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒന്നീ ഫോട്ടോ എടുക്കും. തിന്നുന്ന ഫോട്ടോ എടുത്താൽ മനുഷ്യന് തിന്നാൻ പറ്റുമോ? അല്ലെങ്കിൽ തിന്നെന്ന് പറഞ്ഞ് എല്ലാം കൂടെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് കഴിവതും എന്ത് ചെയ്യും? വഴുത് കഴിഞ്ഞ് പോകുമ്പോൾ തട്ടുകട കാണുമ്പോൾ ദോശയും ഓംപ്ലേറ്റും തിന്നാൻ കയറും. ഒരു കടയിൽ കയറിയപ്പോൾ ഒരു പയ്യൻ എന്നോട് വന്നിട്ട് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണമെന്ന്. അല്ലാഹു അഅലം. കാലഘട്ടം ഇനിയിപ്പോൾ എനിക്കറിയില്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്ത് വിളിക്കും ജൗഹരി? നിങ്ങളുണ്ടാകുന്നു. ഇനി ഈ കുട്ടികൾ എന്തായിരിക്കും വിളിക്കണമെന്ന് ആലോചിക്കാൻ പറ്റണില്ല. അത്രത്തോളം കാലഘട്ടം മാറിപ്പോയിരിക്കുന്നു. ബന്ധങ്ങളൊന്നും അറിയില്ലടോ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പോലും അറിയില്ല. നിങ്ങൾക്കറിയോ? ഇന്ന് വഴുത് കഴിഞ്ഞു, ഈ പ്രസംഗം കഴിഞ്ഞ് നിങ്ങൾ പോവാ വീട്ടിലേക്ക്. നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നു, ഭാര്യയും ഭർത്താവും കൂടെ വന്നത് ഇന്ത്യയും പാകിസ്ഥാനും വരുന്ന പോലെ ഒരുമിച്ചൊന്നും നടക്കൂല. ഇന്ന് ഭാര്യയും ഭർത്താവും ഒന്നും അങ്ങനെ നടക്കുന്നവർ വളരെ കുറവാണ്. വഴുത് കഴിഞ്ഞ് തിരിച്ചു പോവാ. അങ്ങനെ ഇങ്ങനെ എല്ലാവരും കഴിഞ്ഞു പോയി. ഭാര്യയും ഭർത്താവും കൂടെ ഇങ്ങനെ വീടിൻ്റെ ഇടവഴിയിൽ കയറി. ആരും കൂടെയില്ല. ഭാര്യയും ഭർത്താവും കൂടെ ആ ഇടവഴിയിലൂടെ വീടിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ ഒരു ഭർത്താവ് സ്നേഹത്തോടെ തൻ്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ നാട്ടുകാർ പിടിക്കും. നമ്മൾ കണ്ടിട്ടില്ല, റോഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പടച്ചവനെ ഭർത്താവ് താഴെ ഇരിക്കും, ഭാര്യ തലയിലിരിക്കും കെട്ടിപ്പിടിച്ചിട്ട്. അതൊക്കെ അഭിനയമടോ. എടാ നാട്ടുകാരുടെ മുമ്പിലൂടെ ലവ് ബേഴ്സുകളെ പോകുന്ന അത് വേറെ, അത് നാട്ടുകാർ കാണാൻ. എന്നാൽ അള്ളാഹുവിൻ്റെ തൃപ്തി കരുതിയിട്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഭർത്താവിൻ്റെ കയ്യിൽ, നിങ്ങളുടെ ഭാര്യയുടെ കയ്യിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചേർത്തു പിടിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അത്രയ്ക്കും പുണ്യമാടോ. ഒരു ഭാര്യയുടെ കൈ പിടിച്ചാൽ മതി. ഹജറുൽ അസ്വദ് മുത്തിയ പാവം പൊറുക്കുന്നത് പോലെ ഒരു ഭാര്യയുടെ കയ്യിലൊന്ന് സ്നേഹത്തോടെ പിടിച്ചാൽ മതി, പാവം പൊറുക്കും. അത്രയും പുണ്യം. ഒരു ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാറുണ്ടോ? നിങ്ങൾ സംസാരിക്കാറുണ്ടോ? നിങ്ങൾ ഞാൻ കുറ്റപ്പെടുത്തല്ല. പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പരാതി, എൻ്റെ ഭർത്താവ് എന്നോട് സംസാരിക്കണില്ല. കടിച്ചു കീറുന്നവർ റോഡിൽ കൂടെ പോകുമ്പോൾ അയൽവാസി ആമിന പോന്നു, ആമിന സുഖമാണോടി, മക്കളൊക്കെ ഒന്നൂ മച്ചാക്കി എങ്ങനെയുണ്ട്? എന്തൊരു ചോദ്യമാണെന്നറിയോ? എന്നാൽ സ്വന്തം ഭാര്യയെ കാണുമ്പോൾ കടന്തൽ കുത്തിയതുപോലെ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഒന്ന് ചിരിക്കണം മനുഷ്യ, നിന്റെ ഭാര്യയല്ലേ. വിവാഹം ഒരു ഭർത്താവ് ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്നതിന് പോലും കൂലിയുണ്ടോ? എന്തു ചെയ്താലും പ്രതിഫലം. അതാണ് കുടുംബജീവിതത്തിൻ്റെ മഹത്വം. പക്ഷെ നമുക്കറിയില്ല, നമ്മളതിൻ്റെ വിലയും. നമുക്ക് സീരിയലും സിനിമയും ഇങ്ങനെ വനിതയും മങ്ങളൊക്കെ വായിച്ചുള്ള സ്നേഹമല്ലേ അറിയത്തുള്ളൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിക്കണം, പ്രേമിക്കണം, പ്രണയിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ ഉസ്താദ് പ്രേമിക്കണം പ്രണയിക്കുന്നൊക്കെ പറഞ്ഞു? എടാ ചങ്ങാതി, പ്രേമിക്കേണ്ടത് സ്വന്തം പെണ്ണുമ്പിള്ളയാ. ഞാൻ പറയുന്ന ഭാര്യ ഭർത്താവിനെ പ്രേമിക്കണം, ഭർത്താവ് ഭാര്യയെ പ്രണയിക്കണം. കണ്ടവൻ്റെ ഭാര്യയല്ല, സ്വന്തം ഭാര്യയെ. പ്രണയമൊക്കെ ഉണ്ടടോ, ഇല്ലാന്നാരും പറഞ്ഞില്ല. പ്രണയിക്കാൻ പഠിപ്പിച്ചതാരാ? ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാൻ കഴിയാത്ത രീതിയിൽ സ്നേഹിക്കാൻ പഠിപ്പിച്ചതാരാ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആച്ചി നോക്കുന്നു, മുക്കാലായതല്ലേ ഉള്ളൂ. ഇനിയും സമയമുണ്ടല്ലോ, 15 മിനിറ്റും കൂടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആ സമയം നോക്കിയ സഹോദരൻ്റെ അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. സമയവും നോക്കുന്നുണ്ട്, എന്നെയും നോക്കുന്നുണ്ട്. അതിനർത്ഥം സിറാജ് 10 മണിയാകാറായെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിക്കാൻ പഠിക്കണം. സ്നേഹിക്കേണ്ടത് എങ്ങനെ? നമ്മളും പോയി കാണാറുണ്ട്,
കാമുകനും കാമുകയും കൂടെ ഇങ്ങനെ ഒരു ജ്യൂസ് മേടിച്ചിട്ട് 2 സ്ട്രോ ഇട്ടിട്ട് വലിച്ചു കുടിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ അതൊന്നുമല്ല സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? എന്താ വി കെ അണ്ണനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഇരിക്കുന്നില്ലേ? കയറി 20 ഷാജാനൊക്കെ വലിയ മുതലാളിമാരൊക്കെ അൽഹംദുലില്ലാ പായിപ്പാട് പള്ളി കമ്മിറ്റിക്കാരാ 3 എണ്ണം. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അള്ളാഹുവരുടെ മുഖത്ത് കണ്ട സന്തോഷം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഞാൻ പറയുന്നത് പരസ്പരം സ്നേഹിക്കണം. സ്നേഹിക്കാൻ പഠിപ്പിച്ചാരാ? സ്നേഹിക്കാൻ പഠിപ്പിച്ചതാരാ? സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പ്രേമമെന്ന് പറയുന്ന സിനിമ കഴിഞ്ഞപ്പോ അത് കണ്ടിട്ട് അതാണ് പ്രണയമെന്ന് കരുതിയ പെങ്ങളോട്, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ താരങ്ങളുടെ പ്രണയം കണ്ടപ്പോ ഇതാണ് ഏറ്റവും വലിയ പ്രണയമെന്ന് കരുതിയ പെങ്ങളോട് നിനക്ക് പഠിക്കാൻ ഞാനൊരു ആത്മാർത്ഥ പ്രണയത്തെ കുറിച്ച് പറഞ്ഞു തരട്ടെ. സ്നേഹമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? പ്രണയമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രണയിക്കാൻ പഠിപ്പിച്ചു തന്നതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു തരികയാ. പ്രേമിക്കാനും പ്രണയിക്കാനൊക്കെ പഠിക്കണം. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എടോ, ആയിഷ ബീബി റളിയല്ലാഹു തആല, നിങ്ങൾ ചരിത്രം നോക്കിക്കേ. നബിതങ്ങളുടെ മുമ്പിൽ ഒരു ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു, ഒരു പാല് കൊണ്ടുവന്ന് കൊടുത്തു. നബിതങ്ങളുടെ കയ്യിലേക്ക് ഭക്ഷണം കൊണ്ടുവന്ന് ഒരു പാല് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു കുടിക്കാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ മണിയറയിൽ ചെയ്യുന്നത് തന്നെ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കണേ. കല്യാണം കഴിഞ്ഞ് മണിയറയ്ക്ക് പോകുമ്പോൾ ഒരു പാല് കുടിക്കുന്ന സമ്പ്രദായമുണ്ട്. ആദ്യം ഭർത്താവ് കുടിച്ചിട്ട് ഭാര്യയ്ക്ക് കൊടുക്കും. ഇല്ലേപ്പാ, നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? കുടിക്കാറില്ലേ? അങ്ങനെ സമ്പ്രദായം ഇല്ലേ? ഓഹ്, മലക്കുകളാ, ഒന്നിനും ഓർമ്മയില്ല. നബിതങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ നബിതങ്ങൾ കുടിച്ചില്ല. ആയിഷാന് കൊടുത്തിട്ട് പറഞ്ഞു കുടിക്കാൻ. ഇങ്ങനായിരിക്കണം ഭർത്താവ്. ആദ്യം ഭാര്യയ്ക്ക് കൊടുക്കണം. നമ്മളാണെങ്കിൽ ആദ്യം നിറച്ചിട്ട് വലുതുണ്ടെങ്കിൽ ഭാര്യയ്ക്ക്. നബിതങ്ങൾ എന്ത് ആയിഷയുടെ കൈ കൊടുത്തു. ആയിഷ അതാ കുടിക്കുക. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കുടിച്ചു. എന്നിട്ട് നബിതങ്ങളുടെ കയ്യിൽ കൊടുത്തപ്പോൾ നബിതങ്ങൾ ഇങ്ങനെ എന്തോ തിരയുന്നുണ്ട്. അപ്പൊ ആയിഷ ബീവി ചോദിച്ച്, എന്താ നബിയെ തിരയുന്നേ? അല്ല ആയിഷ, നിന്റെ ചുണ്ട് എവിടെ വെച്ചാ കുടിച്ചത് എന്ന് ഞാൻ തിരയുകയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവിയുടെ ചുണ്ട് എവിടെ വെച്ചാണ് കുടിച്ചത് എന്ന് നനവ് തിരയുകയാ. അത് കണ്ടപ്പോ തൻ്റെ ചുണ്ട് തൻ്റെ ഭാര്യ കുടിച്ച അതേ സ്ഥലത്ത് വെച്ചിട്ട് കുടിച്ചു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഇതാണ് സ്നേഹം. ഇതാണ് സ്നേഹം. ഇതിപ്പം നമ്മൾ സ്ട്രോ ഇട്ടിട്ട് കുടിക്കുന്നു, ഇത്ര വ്യത്യാസമുള്ളൂ. അത് ആത്മാർത്ഥ സ്നേഹം, ഇത് കപട സ്നേഹം. നിന്നെ മാത്രമേ ഞാൻ പ്രണയിക്കത്തുള്ളൂ, നീ അല്ലാതെ വേറൊന്നിന്റെ മുഖത്ത് പോലും നോക്കത്തില്ല. പടച്ചവൻ എങ്ങനെ പറയുന്നുണ്ട്, അക്കരെ നോക്കുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിന്നെ അല്ലാതെ ഇന്ന് വരെ ഞാൻ ഒന്നിനല്ലോ പടച്ചവനെ. അതൊക്കെന്തിനാ? കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയിൽ കിതാബ് തുറക്കുന്നൊരു സമയമുണ്ട്. പയ്യൻ പറയും, ഞാൻ പ്ലസ് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരുത്തിയെ പ്രേമിച്ചു. പ്ലസ് 1 വന്നപ്പം ഒരുത്തിയുടെ കൂടെ സിനിമയ്ക്ക് പോയിട്ടുണ്ട്, കറങ്ങാൻ പോയിട്ടുണ്ട്. 3-4 എണ്ണത്തിൻ്റെ ലിസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് പയ്യൻ ചോദിക്കും, നീയോ? അവളങ്ങോട്ട് പറയാൻ തുടങ്ങും. ബസ് സ്റ്റോപ്പിലൊന്ന്, റോഡ് സൈഡിലൊന്ന്, ട്യൂഷൻ സെൻ്ററിലൊന്ന്. അല്ലാഹു അലം, പടച്ചോൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാ ജീവിതം. അതൊക്കെയല്ല ജീവിതം. ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥ ഒരു സ്നേഹം ഞാൻ പറയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ്. നബി തങ്ങൾക്ക് 25 വയസ്സ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 40 വയസ്സ്. ഈ 40 വയസ്സുള്ള ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ നബി തങ്ങൾ വിവാഹം കഴിച്ചു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രണയിച്ച് കെട്ടിയതുമല്ല, തലയിലായതുമല്ല. മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. എടാ, തന്നെക്കാളും വയസ്സ് 15 വയസ്സ് കൂടുതൽ ആർക്ക്? ഖദീജാന്. ചിലര് പോയി പെട്ടവരുണ്ട്, അള്ളാഹു കാക്കമാറാകട്ടെ. തലയിലായത് വേറെ, ഇതങ്ങനെയല്ല. പ്രേമിച്ചതുമല്ല. 25 വയസ്സുകാരൻ 40 വയസ്സുള്ള ഖദീജ ബീവിയെ വിവാഹം കഴിച്ചു. ഇവര് രണ്ടുപേരും 25 വർഷമാണ് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചേ. 1 വർഷമല്ല, 25 കൊല്ലം ജീവിച്ചു. അങ്ങനെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 65 വയസ്സായി. 65 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവക്കിക്കേ.
65 വയസ്സുകാരെങ്കിലും ഉണ്ടോ? പെണ്ണ് കെട്ടിക്കാനൊന്നുമല്ല, 2 പേരുണ്ട്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. 65 വയസ്സുകാരിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കുളിച്ചു ഒരുങ്ങിയിട്ട് വാതിലിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, തൻ്റെ ഭർത്താവ് വരുന്നതും കാത്ത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 65 വയസ്സുണ്ട് ഖദീജ ബീവിക്ക്. ആ 65 വയസ്സുള്ള ഖദീജ ബീവി നബിതങ്ങൾ വരുന്ന ഭർത്താവ്, പണ്ടത്തെ പെണ്ണുങ്ങൾ അങ്ങനെ ഭർത്താവ് വരുന്നത് വരെ നോക്കി നിൽക്കും, സമാധാനം ഉണ്ടാകത്തില്ല. ഇപ്പം അങ്ങനൊന്നുമല്ല. വേണമെങ്കിൽ വല്ലതും തിന്നിട്ട് വന്ന് വിളമ്പി തിന്നോണം, കടന്നോണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതന്നെ ഇന്നങ്ങനെ ആയി കാലഘട്ടം. ഞാൻ ഇപ്പം ഈ ഓൺലൈനിൻ്റെ കാലം മൊത്തവും, അതുകൊണ്ട് എനിക്കൊന്നാമത് ഈ ലൈവ് ചെയ്യുന്നതിനോട് യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ. കാരണം കേസുകൾ 10-30 എണ്ണം ഉണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വഴുതു പറഞ്ഞതിൻ്റെ പേര് 10-30 കേസുണ്ട് ഇപ്പം. പഠിച്ചവനെ, പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് പ്രസംഗിച്ചതിന് എനിക്ക് 29 കേസുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളാരെങ്കിലും വനിതാ കമ്മീഷനിൽ പോയിട്ടുണ്ടോ? മഹ്ശറയൊക്കെ ഉണ്ട്. അള്ളാഹു നമുക്ക് മന്ത്രിമാറാകട്ടെ. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കേണ്ടത് എവിടെയാണോ? പണ്ടത്തെ പെണ്ണുങ്ങൾ നോക്കി നിൽക്കും, ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഈ രാമനാട്ടുകര കോഴിക്കോട് പോകുമ്പോൾ, ഇല്ല ജോലി രാമനാട്ടുകര വഴുതിന് പോയപ്പോൾ ഒരു ഉപ്പ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളാ പ്രസംഗിക്കണ ഉസ്താദല്ലേ? ഞാൻ പറഞ്ഞു, അതേപ്പാ. എൻ്റെ പൊന്നാര ഉസ്താദെ, നിങ്ങളൊരു ഉപകാരം ചെയ്യണം. ആ വാപ്പ എന്നോട് വസീയത്ത് ചെയ്ത ഒരു കാര്യമാണ്. ഈ മനുഷ്യൻ 4 മണിക്ക് എഴുന്നേറ്റിട്ട് പള്ളിയിൽ പോകും സുബഹി നിസ്കരിക്കാൻ. നടന്നാ പോകുന്നത്, കാരണം പ്രതിഫലം കൂടുതലാണല്ലോ നടക്കുന്നതിന്. ഈ പിതാവ് പള്ളിയിൽ പോയി സുബഹിയൊക്കെ നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും ഉദയം വരെ, ദിക്റും ദുആ എല്ലാം ചെയ്തിട്ട് പാപം വീണ്ടും വീട്ടിലേക്ക് നടന്ന് വീട്ടിൽ വന്ന് കയറിയ ഉടനെ ഭാര്യയോട് ചോദിച്ചു, ഡീ ഇത്തിരി ചായ ഇട്ടതാ, ഞാൻ വഴുത് കേട്ടുകൊണ്ടിരിക്കുക, കുറച്ച് കഴിയട്ടെ എന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഭാര്യ പറഞ്ഞ മറുപടിയാ, ഞാൻ വഴുത് കേട്ടുകൊണ്ടിരിക്കുക, കുറച്ച് കഴിയട്ടെ എന്ന്. ഇതെന്ത് വഴുതാപ്പാ? എൻ്റെ താത്തമാരെ കേൾക്കണേ, ഇതെന്ത് വഴുതാ? പടച്ചവനെ, വഴുത് കേട്ടിട്ട് അവസ്ഥയെന്നറിയോ? പണ്ടൊരു ചരട് ഓതണമെങ്കിൽ എവിടെ പോകണം? ഉസ്താദിൻ്റെ അടുക്ക പോകണം. ഉസ്താദ് ഇത്തിരി വെള്ളം ഓതിത്താ ഉസ്താദില്ലേ. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അയൽവാസി ഓടി വന്നിട്ട് പറയുന്നു, താത്ത ആട് ഭക്ഷണം കഴിക്കുന്നില്ല, ആ ഓതിയ വെള്ളം ഇങ്ങി തരാൻ. ആട് ഭക്ഷണം കഴിക്കുന്നില്ല, ആ ഓതിയ വെള്ളം തരാൻ. ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഇവർ കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ്? അത് മജ്‌ലിസി വഴുത് കേട്ടോണ്ടിരുന്നപ്പോൾ കേട്ട് ഓതി വെച്ച വെള്ളവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഓണാക്കി വെച്ചു, ദിക്റും ദുആയും പറയുന്നുണ്ട്, ഊതി വെച്ചിരിക്കുക. ഉസ്താദിൻ്റെ പണി പോയി. അള്ളാഹു അല. ഞാൻ കളിയാക്കിയതോ പരിഹസിച്ചതോ അല്ല, ഇന്ന് പ്രഹസനമായി മാറിയില്ല. അള്ളാഹു നമ്മളെ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത് എൻ്റെ വഴുതാണെങ്കിലും കേൾക്കരുത്. നോക്കിക്കേ, ഈ താത്താമാർ ഇപ്പം അക്കരയിൽ ഇരിക്കുന്നുണ്ട്, ഫർദ ധരിച്ച് ഹിജാബ് ധരിച്ച് തലമുടി മറച്ച് അള്ളാനെ ഭയന്ന് മനസ്സമാധാനത്തോടെ ഇരുന്ന് വഴുത് കേൾക്കുന്നു. എന്നാലോ വീട്ടിൽ ചെന്ന അടുക്കളയിൽ ഉസ്താദ് വഴുത് പറയും, തലയിലും തുണിയില്ല, മീനും വെട്ടി നടക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ, മൊബൈലിൽ അങ്ങോട്ട് വഴുത് ഉണാക്കി വെച്ചിട്ടുണ്ട്, ഇതുങ്ങൾ ഇങ്ങനെ നടക്കും. പച്ചക്കറി അരിയുന്നുണ്ട്, ദോശ ഇടുന്നുണ്ട്, കടലക്കറി വെക്കുന്നുണ്ട്, വഴുത് നടക്കുന്നുണ്ട്. അത് വഴുത് കേൾക്കലല്ല, അതതിനെ പരിഹസിക്കല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടെങ്കിലും സമാധാനത്തോടെ ഇരുന്ന് കേൾക്കണം, അതാണ് വഴുത്. അള്ളാഹു നമ്മുടെ വഴുത് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എൻ്റെ വഴുതാണെങ്കിലും കേൾക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. സാധാരണ നിങ്ങളൊക്കെ തന്നെയല്ലേ ഇതെല്ലാം പറയുന്നത്. ഞാൻ വഴുത് പറയുന്നത് നിങ്ങളാരെയും നന്നാക്കാനല്ല. അതിനിപ്പോൾ പത്തനാപുരത്ത് നിന്ന് ഇവിടെ വരെ വരേണ്ട കാര്യമുണ്ടോ? തിരുവനന്തപുരത്ത് കിടക്കണ ഞാൻ 80 കിലോമീറ്റർ ഓടി ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? എന്നെക്കാലം ഹത്തീവ് പറഞ്ഞാൽ പോലെ, അല്ലെങ്കിൽ തങ്ങന്മാർ ഇത്ര ഉസ്താന്മാർ ഇവിടെ ഇരിക്കുന്നു. ഞാൻ വഴുത് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. സ്നേഹമില്ലാത്ത മനുഷ്യന്മാർ 40 പേരിൽ കൂടുതലുണ്ടോ? ഒരാളുടെ ആമി മതി ഞാൻ രക്ഷപ്പെടാൻ. ഒരാമീൻ പറഞ്ഞ് അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു എൻ്റെ മനസ്സ് വെളുപ്പിച്ച് തരുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടെ കൂടണമെന്ന് തോന്നിയാൽ കൂടെ കൂടിക്കും, അത്രയേ ഉള്ളൂ. ഞാൻ അത്രയും മുന്നോട്ട് വെക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു വന്നത്, 65 വയസ്സുകാരി നബിതങ്ങളെ കാത്ത് വാതിലിൽ നിൽക്കുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു, ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു ഖദീജ. ഉമ്മമാര് കേൾക്കണം, 1400 കൊല്ലം മുമ്പുള്ളൊരു കഥ പറഞ്ഞുതരാ ഞാൻ. നീ ഇന്നും ചെയ്യുന്നത് എന്താണെന്ന് ചിന്തിക്ക്. അങ്ങനെ നബിതങ്ങൾ വീടിനകത്ത് കയറി വന്നു. ഖദീജ ബീവി ചിരിക്കുന്ന മുഖത്തോടെ തൻ്റെ ഭർത്താവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചു. കൂടെ പോയിരുന്നു ആയി ഖദീജ ബീവി. അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് പോയിരുന്നു. നബിതങ്ങളുടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കുന്നുണ്ട്. ചോദിച്ചു, നബിയെ
എനിക്കൂടെ ഇത്തിരി ഭക്ഷണം വാരിത്തരുമോ? ആ 65 വയസ്സുള്ള ഭാര്യ ചോദിക്ക, എനിക്കൂടെ വാരിത്തരുമോ? വാരിത്ത ഖദീജ, വാരിത്ത. എടോ, പുറക്കാടുള്ള വീടുകളിൽ ഏറ്റവും നല്ല വീട് ഏതെന്നറിയോ? നിങ്ങളുടെ നാട്ടിൽ ഈ ആകാശത്തിന്റെ കീഴിലുള്ള വീടുകളിൽ ഏറ്റവും നല്ല വീട് ഏതെന്നറിയോ? ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും കൂടെ ഒരു പാത്രത്തിൽ കഴിക്കണം. അത് വല്ലാത്തൊരു സ്നേഹമാണോ? ഇവിടെ ഇന്നതൊക്കെ ഉണ്ടോപ്പ? ഭാര്യ ഭർത്താവ് തിന്നതിൻ്റെ ബാക്കി വേസ്റ്റ് അല്ല, എങ്ങനെ തിന്നാനാ? പണ്ടങ്ങനല്ല. എൻ്റെ വീട്ടിലൊക്കെ ഒരു പാത്രമുണ്ട്. എൻ്റെ വീട്ടിൽ നിർബന്ധമാണ്, ഒരു പാത്രമുണ്ട്. ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കളും ആ ഒറ്റ പാത്രത്തിലേ കഴിക്കൂ. കാരണം അതൊരു ശീലമാണോ? ഇവിടെ നമ്മൾ ചിന്തിക്ക്, ഈ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലുള്ള പ്രത്യേകത എന്താ? മനസ്സുകൾ തമ്മിൽ അടുക്കൂടോ? പണ്ട് കൂടപ്പറപ്പെന്ന് പറഞ്ഞ ജീവന, പണ്ട് കൂടപ്പറപ്പെന്ന് പറഞ്ഞ ജീവന. പടച്ചോനെ, അവൻ എൻ്റെ അനിയനടാ, കയറി തല്ലാൻ പോകും, അത്രയ്ക്കും ബന്ധവാ. ഇന്ന് പറയും മരിച്ചാൽ പോലും എൻ്റെ വീട്ടിൽ കയറരുതെന്ന്. ആരാ പറയണേ? സ്വന്തം അനിയൻ. ഞാൻ മരിച്ചാൽ പോലും കയറല്ലേ, അവനെ മയ്യത്ത് കാണിക്കരുത്. കൂടോത്രം ചെയ്യുന്ന ആരാ? സ്വന്തം കൂടപ്പറപ്പ്. അള്ളാഹു കാക്കുമാറാകട്ടെ, ആമീൻ പറ. എടാ, കൂടപ്പറപ്പാ ചെയ്യുന്നേ. കാരണം എന്തേ? അകന്നുപോയി മനസ്സുകൾ തമ്മിൽ. ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മനസ്സുകൾ. ഭാര്യയ്ക്കൊരിക്കലും ഭർത്താവിനെ വഞ്ചിക്കാൻ പറ്റൂലടോ. എത്ര വലിയ കോടീശ്വരം വന്നാലും, എത്ര വലിയ സൗന്ദര്യമുള്ളവൻ വന്നാലും ഇക്കാനെ വഞ്ചിക്കാൻ ഭാര്യയ്ക്ക് കഴിയില്ല, ഭാര്യയെ വഞ്ചിക്കാൻ ഭർത്താവിന് കഴിയില്ല. കാരണം അവരുടെ മനസ്സുകൾ അത്രയും അടുപ്പമാണ്. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ഖദീജ ബീബി നബിതങ്ങൾക്ക് വാരിക്കൊടുത്തു. നബിതങ്ങൾ ഖദീജ ബീബിക്ക് വാരിക്കൊടുത്തു. 65-ാമത്തെ വയസ്സിൽ ഭക്ഷണം കഴിച്ചു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ഞാൻ ആ മടിയിൽ നിന്ന് തലവെച്ചിട്ട് കിടക്കട്ടെ? കടക്ക് ഖദീജ. നബിതങ്ങൾ പറയാ, കടക്കാൻ. ഈ വാല് കേൾക്കാൻ വന്നിരിക്കുന്ന ഉപ്പയോട് ചോദിക്കട്ടെ, ഈ 50, 55, 60 വയസ്സുള്ള വാപ്പ ഇപ്പൊ ഇവിടെ കിടക്കണേ? വാപ്പ വേറെ റൂമില്, ഉമ്മ വേറെ റൂമില്, ഭാര്യ വേറെ റൂമില്, ഭർത്താവ് വേറെ റൂമില്. കാരണം എന്തേ? ഈ വയസ്സാം കാലത്ത് കിടന്നിട്ട് എന്ത് കിട്ടാൻ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആമിനാത്ത ഉമ്മമാര് ചിന്തിക്കണം, ഭർത്താക്കന്മാരെ കുറ്റം പറയണ്ട. ചില ഭർത്താക്കന്മാര് വിളിക്കുക, ആമിന വാടി കിടന്നുറങ്ങാം. പിള്ളേരുണ്ടോ? പിള്ളേർ, മക്കള്. എൻ്റെ പൊന്നാര താത്ത, മക്കളുടെ ഭർത്താവിൻ്റെ കൂടെ പോയി കിടക്കും, അല്ലെങ്കിൽ ഭാര്യയുടെ, നീ നിന്റെ ഭർത്താവിൻ്റെ കൂടെ കിട. മരിക്കുന്ന കാലം വരെ ഒരു റൂമിനകത്ത് കിടക്കണം, ഒരു ബെഡിൽ കിടക്കണം. അങ്ങനെ സ്നേഹിക്കണം. അതാ സ്നേഹം, അതാണോ സ്നേഹം. അല്ലാതെ 22-ാമത്തെ വയസ്സിൽ ആലപ്പുഴ കടപ്പുറത്തുകൂടെ കൈപിടിച്ച് കിടന്ന കഥ പറഞ്ഞിട്ട് കാര്യമില്ല. വയസ്സാം കാലത്താടോ താങ്ങും തണലുമാകേണ്ടത്. കൂടെ നിൽക്കേണ്ടത് എപ്പോഴാ? മരിക്കുന്ന ദിവസവും ഭർത്താവിന്റെ റൂമിൽ കിടക്കണം, ഭാര്യയുടെ കൂടെ കിടക്കണം. ആര് പറഞ്ഞാലും മാറരുത്. അതാണോ സ്നേഹബന്ധം. നബിതങ്ങൾ ഖദീജ ബീബി നബിതങ്ങളുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നു. കടക്ക് ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ മുഖത്ത് നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. എന്തേ ഖദീജ നീ എന്നെ ഇങ്ങനെ നോക്കണേ? എന്തേ ഖദീജ ചിരിക്കണേ? എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 65 വയസ്സുള്ള ഖദീജ ബീവി നബിതങ്ങളോട് ചോദിക്കാൻ, നിങ്ങൾക്ക് എന്നാ ഗ്ലാമറാണ്? നമ്മുടെ കെട്ടിയോള് പറയും, ഈ നരച്ച മുടി കൊണ്ടൊന്ന് വടിച്ചു കളയാ. നമ്മുടെ ഭാര്യ പറയണ മറുപടിയാ, എന്തൊരു മുടിയൊക്കെ നരച്ചിട്ട് ഇതൊക്കെ ഒന്ന് വടിച്ചു കള മനുഷ്യ, എന്താ ഇതില്ലേ? എന്നാൽ സ്നേഹമുള്ള ഭാര്യ പറയണം, നിങ്ങളുടെ അലങ്കാരവാ താടിയായിക്ക, ആ നരച്ച മുടിയുണ്ടല്ലോ, ഇത്തിരി മൈലാഞ്ചി കിട്ടങ്ങോട്ട് പിടിപ്പിക്കണം. നിങ്ങൾ പ്രായമാകും തോറും നിങ്ങൾക്ക് ഗ്ലാമർ കൂടുന്നു എന്നാ ഭാര്യ പറയണ്ടേ. എടാ, ഇതാണ് സ്നേഹം. അങ്ങനെ നബിതങ്ങളും ഖദീജ ബീവിയും പരസ്പരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ബോറടിക്കണുണ്ടാ? ബോറടിക്കണുണ്ടാ? ഞാൻ കുടുംബജീവിതം പ്രസംഗിക്കാറില്ല. കാരണം പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാൻ പറയാറില്ല. പിന്നെ തങ്ങന്മാരിയ്ക്കുന്നു, ഉസ്താദന്മാരിയ്ക്കുന്നു എന്നും എല്ലാവരും പൊരുത്തപ്പെട്ടേക്കുന്ന തങ്ങളൊക്കെ. ഞാനൊരു മുത്തല്ലിമ, ഇത്തിരി വയസ്സുണ്ടെങ്കിലും പക്വത ഇത്തിരി കുറവാ. അള്ളാഹു പുറത്ത് തരുമാറാകട്ടെ. ഞാൻ പറയാൻ തുടങ്ങി ഞാൻ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഞാൻ അതുകൊണ്ട് ഈ വിഷയം പറയാറില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ ഖദീജ ബീവി ഒന്ന് മുറുകെ പിടിച്ചു. നബിതങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ? നബിയേ, 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട്. നമ്മൾ രണ്ടുപേരും ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി.
എൻ്റെ ഈ 25 വർഷത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണം. അള്ളാൻ്റെ റസൂല് ചോദിച്ചു, എന്തു പറ്റി ഖദീജ നിനക്ക്? എന്തു പറ്റി ഖദീജ നിനക്ക്? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ, എൻ്റെ മരണം അടുത്ത് നബിയെ, എൻ്റെ മരണം അടുത്ത് നബിയെ. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണങ്ങ് നിറയുകയാണ്. അതുവരെ ചിരിച്ചു കൊണ്ടിരുന്ന റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണങ്ങ് നിറയുകയാ. അല്ലാഹുവിന്റെ റസൂല് ഖദീജ ബീവിയുടെ വായങ്ങ് പൊത്തിപ്പിടിച്ചടോ. എന്നിട്ട് പറയുന്നു, ഖദീജ, എന്നോട് നീ പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, എന്നോട് നീ പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിനോട് നിന്നെ കുറിച്ച് ചോദിച്ചാ ഭർത്താവ് പറയും, അവള് നല്ലവളാണ്, നിസ്കരിക്കുന്നവളാണ്, നോമ്പ് പിടിക്കുന്നവളാണ്, മക്കളെ നോക്കുന്നവളാണ്, ഭക്ഷണം വെച്ച് തരുന്നവളാണ്, പടച്ചവനെ അവളൊരു നല്ല ഭാര്യയാണ്, എല്ലാം എനിക്ക് ചെയ്തു തരും ഉസ്താദ്. പക്ഷേ ഒരേ ഒരു കുഴപ്പമേ ഉള്ളൂ, അവളുടെ നാവിന് വല്ലാത്ത നീളമാ ഉസ്താദ്. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങള്, ആരാണ് നബി തങ്ങളോട് പൊരുത്തം ചോദിക്കുന്നതെന്നറിയോ? നീ എന്നാ ചരിത്രമൊന്ന് വായിക്കണേ. ആരാ ഖദീജ എന്നറിയോ? ആരാ ഖദീജ എന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആർക്കാ? ഖദീജയ്ക്ക് വേണ്ടി. എന്തിനാണ് ആ കൊട്ടാരം കൊടുക്കുന്നതെന്നറിയോ? ആ കൊട്ടാരം അല്ലാഹു പ്രതിഫലമായി കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയോ? 25 കൊല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് നബി തങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാണ്. അല്ലാഹുവേ, 25 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഖദീജ ശബ്ദമുയർത്തിയിട്ടില്ല. 25 വർഷത്തിന്റെ ഇടയിൽ കല്യാണം കഴിച്ച അന്നു മുതൽ മരിക്കുന്ന ദിവസം വരെ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഖദീജയുടെ ശബ്ദം ഉയർന്നിട്ടില്ല. ഒരിക്കൽ പോലും നബി തങ്ങളുടെ മുമ്പിൽ 15 വയസ്സു കൂടുതലാണ്. എന്നിട്ട് പോലും തന്റെ ഭർത്താവിന്റെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്തവളാ ഖദീജ. ആ ഖദീജയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരം. ഈ ഖദീജയാണ് നബി തങ്ങളോട് പറയുന്നത്, യാ റസൂലല്ലാഹ്, പോകാ സമയമായി നബിയേ, പൊരുത്തം തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് കരയുകയാ. പറയല്ലേ ഖദീജ, ചോദിക്കല്ലേ ഖദീജ, നിന്നെ കുറിച്ച് പറയാനൊരു പരാതിയില്ല ഖദീജ, നിന്നെ കുറിച്ച് പറയാൻ എനിക്ക് പരാതിയില്ല. എല്ലാം പൊരുത്തമാ ഖദീജ, എല്ലാം പൊരുത്തമാ ഖദീജ. നബി തങ്ങളുടെ കണ്ണ് നിറയുന്നടോ. റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഭാര്യ യാത്ര പറയുമ്പോ നബി തങ്ങൾ കരയുകയാ. നിനക്ക് പൊരുത്തമാണെന്ന് പറയുമ്പോ ഖദീജ ബീവി ചാടി എഴുന്നേറ്റിട്ട് നബി തങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ചുംബനം കൊടുത്തടോ. സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കുകയാ. കാരണം ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയല്ലോ, ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയല്ലോ. ആ 65 വയസ്സുള്ള ഖദീജ എന്ന ഉമ്മയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, 3 ആഗ്രഹമാണ് ഇനി ബാക്കിയുള്ളത്. 3 ആഗ്രഹം എനിക്കുണ്ട് നബിയേ. എന്റെ മോഹമൊന്ന് സാധിപ്പിച്ചു തരുമോ നബിയേ? എന്തേ ഖദീജ, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, എന്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ഒരാളും കണ്ടിട്ടില്ല നബിയേ. എന്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ഒരാളും കണ്ടിട്ടില്ല നബിയേ. ഇനി കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. എന്റെ ശരീരം ആരും കാണരുത്, എനിക്കിഷ്ടമല്ല നബിയേ. അതുകൊണ്ട് യാ റസൂലല്ലാഹ്,
ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കുമോ നബിയേ? നിങ്ങൾ കുളിപ്പിക്കുമോ നബിയേ? ഒരു പെണ്ണുപോലും എൻ്റെ ഔറത്ത് കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. ആരും കാണണ്ട, നിങ്ങൾ കണ്ട ശരീരം ഇനി ഒരാളും കാണണ്ട നബിയേ. എൻ്റെ മയ്യത്ത് കുളിപ്പിക്കുമോ നബിയേ? 65-ാമത്തെ വയസ്സിൽ ഖദീജ കൊച്ചുകുട്ടിയെ പോലെ കരയുകയാണ്. തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, എൻ്റെ ശരീരം വേറെ ആരെയും കാണിക്കരുത്, നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. അല്ലാഹുവിൻ്റെ റസൂല് സമ്മതിച്ചടോ. നിബിതങ്ങൾ പറഞ്ഞു, നിന്നെ ഞാൻ കുളിപ്പിക്കാ ഖദീജ. ഇനി നിന്റെ രണ്ടാമത്തെ ആഗ്രഹം എന്താ? യാ റസൂലല്ലാഹ്, എൻ്റെ മയ്യത്ത് പൊതിയുമ്പോ 3 കഷ്ടം തുണിയെടുത്തിട്ട് എൻ്റെ ജനാസ പൊതിയുമ്പോ നിങ്ങളുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാള് എനിക്ക് തരുമോ നബിയേ? നിങ്ങളില്ലാതെ ഞാൻ ഉറങ്ങില്ല നബിയേ, നിങ്ങളില്ലാതെ പറ്റില്ല നബിയേ. ഖിയാമത്ത് നാൾ വരെ ഈ ഖദീജ ഖബറിനകത്ത് കിടക്കണമല്ലോ, ഞാൻ ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റൂല. നിങ്ങളില്ലാതെ പറ്റില്ല നബിയേ. നിങ്ങളുടെ സുഗന്ധമെങ്കിലും എനിക്ക് വേണം നബിയേ, നിങ്ങളുടെ സുഗന്ധമെങ്കിലും എനിക്ക് വേണം. അതുകൊണ്ട് നിങ്ങളുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാള് എൻ്റെ കഫൻ തുണിക്കകത്ത് വെക്കുവോ നബിയേ? അല്ലാഹുവിൻ്റെ റസൂല് സമ്മതിച്ചടോ. ഇതാപങ്ങളെ സ്നേഹമെന്ന് പറഞ്ഞാൽ ഭർത്താവില്ലാതെ ഉറങ്ങില്ല, ഭർത്താവില്ലാതെ സമാധാനമില്ല. അല്ലാഹുവിൻ്റെ റസൂലിനോട് അവിടുന്ന് ഖദീജ പറയുകയാ, 3-ാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എൻ്റെ ഖബറിനകത്ത് ഇറങ്ങണേ നബിയേ. എൻ്റെ ഖബറിനകത്ത് നിങ്ങൾ വേണം ഇറങ്ങാൻ, നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്നെ ഇറക്കി വെക്കാൻ, നിങ്ങളുടെ കൈ കൊണ്ട് വേണം മണ്ണ് വാരി വെക്കാൻ. അല്ലാഹുവിൻ്റെ റസൂൽ അവിടുന്ന് സമ്മതിച്ചടോ. 65 വയസ്സുകാരിയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹ്ദി ഖദീജ ലോകത്തോട് വിട പറയുകയാ, ലോകത്തോട് വിട പറയുകയാ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനാസ കുളിപ്പിക്കുമ്പോ നബി തങ്ങളുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നുണ്ട്. കരഞ്ഞുകൊണ്ടാ ഖദീജയെ കുളിപ്പിച്ചത്. ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യം, ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യം ഖദീജ ബീവിക്ക് കിട്ടിയടോ. അല്ലാഹുവിൻ്റെ റസൂലാണ് അവിടുന്ന് പടച്ചവനെ കുളിപ്പിച്ചത്. കഫം പുതിയ സമയമായപ്പോ തൻ്റെ ചുമലിൽ കിടക്കുന്ന ഷാൾ എടുക്കുകയാ, റസൂലുള്ളാഹി തങ്ങളെ ചുംബിക്കുകയാ. ആ തുണിയിലേക്ക് ചുംബിച്ചടോ. എന്നിട്ട് ഖദീജ ബീവിയുടെ കഫം തുണിക്കകത്ത് വെക്കുകയാണ്. അവസാനം മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ ഖബറിലേക്ക് ഇറക്കുമ്പോ അല്ലാഹുവിൻ്റെ റസൂല് ഖബറിനകത്തിറങ്ങി, അല്ലാഹുവിൻ്റെ റസൂല് ഖബറിനകത്തിറങ്ങി. ഖദീജ ബീവിയുടെ ജനാസയങ്ങ് താങ്ങി വെക്കുകയാണ്. അവസാനം ഖദീജ ബീവിയുടെ ആ മുഖത്തിനടിയിൽ മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. നബി തങ്ങൾ പിടിമണ്ണ് വാരി വെച്ചിട്ട് തല ഉയർത്തുമ്പോ ഖദീജയുടെ കഫം തുണി നനയുകയാ. സഹിക്കാൻ പറ്റിയില്ല നബി തങ്ങൾക്ക്. സങ്കടമായടോ. അല്ലാഹുവിൻ്റെ റസൂലിന് സങ്കടമായി. നബി തങ്ങൾ മരിക്കുവോളം ഖദീജയെ മറന്നില്ല. വേറെ ഒരുപാട് വിവാഹം കഴിച്ചു, പ്രായം കുറഞ്ഞവരെ വിവാഹം കഴിച്ചു. എന്നാലും അല്ലാഹുവിൻ്റെ റസൂലിന് ഖദീജ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സ്നേഹമാ. ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്താ നബി തങ്ങളെ ഖദീജയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ കൊടുത്തു വിടുമായിരുന്നു. കാരണം അത്രയ്ക്ക് സ്നേഹമായിരുന്നു. എന്തു പറഞ്ഞാലും നബി തങ്ങൾ പറയും ഖദീജ അങ്ങനെയായിരുന്നു, എൻ്റെ ഖദീജ ഇങ്ങനെയായിരുന്നു. മറ്റുള്ള ഭാര്യമാരോട് നബി തങ്ങൾ ഉപമ പറയുന്നത് ഖദീജയെ കുറിച്ചാ.
നിന്നെ പോലെയൊന്നുമല്ല എൻ്റെ ഖദീജ, അവൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. നബി തങ്ങൾ പറയുന്നത് കേട്ടപ്പോ ആയിഷ ബീവിക്ക് സഹിച്ചില്ല. ആയിഷ ബീവിക്ക് സഹിച്ചില്ല. ഒരിക്കൽ പൊട്ടിത്തെറച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമെന്ത്? വേറെ ഭാര്യമാരൊന്നുമില്ലേ? കൊച്ചുകുട്ടി കരയുന്നത് പോലെ മുത്തുനബി കരഞ്ഞടോ. എന്തിനാ? തൻ്റെ ഭാര്യയെ കിളവി എന്ന് വിളിച്ചപ്പോ, തൻ്റെ പ്രിയപ്പെട്ടവളെ പ്രായം ചെന്നവളെന്ന് വിളിച്ചപ്പോ അള്ളാന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, നീയൊന്നും എൻ്റെ ഖദീജയെ പോലെ ആകില്ല ആയിഷ. ഇതിനാടോ പ്രേമമെന്ന് പറയുന്നത്? ഇതിനാണ് പ്രണയമെന്ന് പറയുന്നത്? ഇത് കണ്ടു വളർന്ന മകളാണ് മഹദി ഫാത്തിമ. ഈ ഉമ്മയുടെയും ഉപ്പയുടെയും മകളാണ് ഫാത്തിമ. ഈ ഫാത്തിമയാണ് 29ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. 29 വയസ്സ്. 29 വയസ്സ്. ഉമ്മ വഫാത്താകുമ്പോ, ഉമ്മ മരിക്കുമ്പോ ഖദീജയ്ക്ക് ഫാത്തിമയ്ക്ക് 14 വയസ്സാണ്. 14ഓ 15ഓ വയസ്സോ പ്രായമുണ്ട് ഖദീജ ബീവി വഫാത്താകുമ്പോ. ഫാത്തിമ ബീവി 29ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോ ഉമ്മ നിന്നതുപോലെ കുളിച്ചൊരുങ്ങി നിന്നു. വാപ്പാ, ഉമ്മച്ചി നിന്നതുപോലെ 29ാമത്തെ വയസ്സിൽ കുളിച്ചൊരുങ്ങിയിട്ട് വാതിലിൽ നിന്നു. അലിയാരെന്ന ഭർത്താവ് വീട്ടിൽ കയറി വന്നപ്പോ സ്വീകരിച്ചു, കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. അലിയാര് തങ്ങളുടെ മടിയിൽ തലവെച്ച് കിടന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പൊരുത്തം ചോദിച്ചു. എന്തു പറ്റി അലിയേ? എന്തു പറ്റി ഫാത്തിമ നിനക്ക്? എനിക്ക് പോകാൻ സമയമായി അലിയേ, എനിക്ക് പോകാൻ സമയമായി അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ. എന്നിട്ടാ ഖദീജയുടെ മകളായ ഫാത്തിമ പറഞ്ഞതെന്തെന്നറിയോ? അലിയേ, 3 വസിയത്താണ് എനിക്കുമുള്ളത്. ഉമ്മ പറഞ്ഞതുപോലെ, ഉമ്മ ഉപ്പയോട് പറഞ്ഞതുപോലെ ആ പൊന്നുമോള് ഭർത്താവിനോട് പറയുകയാ, എനിക്കും 3 വസിയത്തുണ്ട് അലിയേ. ഒരു വസിയത്ത് എന്തെന്നറിയോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ പകല് കബറടക്കരുത്, എന്നെ രാത്രിയിൽ വേണം കബറടക്കാൻ, എന്നെ രാത്രിയിൽ വേണം കബറടക്കാൻ. എന്തു പറ്റി ഫാത്തിമ? എന്തിനാ രാത്രി കബറടക്കുന്നത്? അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ, 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞിട്ട് എൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോ ചുമക്കുന്നതും ഖബറിൽ ഇറക്കി വെക്കുന്നതും എല്ലാവരും അന്യപുരുഷന്മാരാ. ഉമ്മ ഉപ്പയോട് പറഞ്ഞു, നിങ്ങൾ കണ്ട ശരീരം വേറെ ഒരാളും കാണുന്നത് എനിക്കിഷ്ടമല്ല. മകള് ഭർത്താവിനോട് പറഞ്ഞു, കഫം പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോ പോലും എൻ്റെ ശരീരം ഒരാൾ കാണുന്നത് എനിക്കിഷ്ടമല്ല. ഇതാണ് മഹദി ഫാത്തിമ. ഇതാടോ കുടുംബജീവിതം. ഒറ്റ ദിവസം കൊണ്ടെല്ലാം നേരെയാകില്ല. വാപ്പ നന്നാകണം, ഉമ്മ നന്നാകണം. നിങ്ങൾ നന്നാകുമ്പോൾ നിങ്ങളുടെ മക്കളും നന്നാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, മന്നസിനാ അലൈഹി അർബഅത്തു ഖൈറാ വജബതു ലഹുൽ ജന്നാ. 4 പേരാണ് നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നത്. ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ, ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. ആർക്കാണ് സ്വർഗം നിർബന്ധമാകുന്നതെന്നറിയോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാ അവനെ കുറിച്ച് 4 പേര് നല്ലത് പറഞ്ഞ അവന് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ പറയണം, അല്ലാ, ഇവൻ നല്ലവനാണ് പടച്ചവനെ, ഞാൻ ഇവന് വേണ്ടി സാക്ഷി പറയുന്നു അല്ലാ എന്ന് നിന്റെ കൂട്ടുകാരൻ പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട്. നിന്റെ കൂട്ടുകാരി പറഞ്ഞാൽ സ്വർഗമുണ്ട്. സഹോദര, 2, നിന്റെ കൂടെ കടന്ന നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ശരീരത്തിൻ്റെ തൊലിയോട് ചേർന്ന് കിടക്കുന്ന നിന്റെ ഇക്ക പറയണം, അല്ലാഹുവേ, എനിക്കിതുപോലെ ഒരു പെണ്ണിനെ എൻ്റെ റബ്ബ് തന്നല്ലോ. എത്ര നല്ലവളാവസ്ഥ. അതെ, ഇവള് വന്നതിന് ശേഷമാ എൻ്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായേ. എനിക്ക് അല്ലാഹു സന്തോഷം തന്നു, സമാധാനം തന്നു. ഇവളുടെ ദുആയുടെ ബലത്തിലാവസ്ഥ അതെ ഞാൻ നടക്കുന്നത്. ഒരു ഭർത്താക്കന്മാർ പറയാറുണ്ടോ, ഇവളുടെ ദുആയിൻ്റെ ബർക്കത്തിലാവസ്ഥ അതെ ഞാൻ നടക്കണേ. ഞാൻ എങ്ങനെയുള്ളവനാണെങ്കിലും ഇവളുടെ ദുആ മതി. എൻ്റെ ധൈര്യം എൻ്റെ ഭാര്യയുടെ ദുആയാ.
ചില ഭാര്യമാർ പറയാറുണ്ട്, എൻ്റെ ഇക്ക ഉസ്താദേ, ഞാൻ നല്ലപോലെ ഒന്നും നിസ്കരിച്ചില്ലെങ്കിലും എൻ്റെ ഇക്ക അള്ളാഹിനെ പേടിയുള്ളവനാ. ഏത് പാതിരാത്രി വന്ന് കിടന്നാലും എൻ്റെ ഇക്ക സുബഹി നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും. എത്ര നല്ല മനുഷ്യനാ. ഇക്കാന്ന് പറയുമ്പോൾ ചില പെണ്ണുങ്ങളുടെ കണ്ണ് നിറയുള്ളൂ. ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ, ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പുകഴ്ത്തി പറയണം. അങ്ങനെയുള്ള ഒരു കുടുംബ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും ഐശ്വര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം 10 മണി കഴിഞ്ഞു, എനിക്കറിയാം. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് അൽഹംദുലില്ലാ ഒരു അവസരം കൂടെ റബ്ബ് തന്നു. ഈ മഹാൻ്റെ ഉറൂസിന് ആ ചാരത്ത് വന്നിട്ട് അള്ളാഹിൻ്റെ ദീൻ പറയാനൊരവസരം നൽകി. അൽഹംദുലില്ലാ, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. പടച്ചവൻ ഇനിയും അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 2 കാര്യം കൂടെയുണ്ട് ഇൻഷാ അള്ളാഹ്. അള്ളാഹു ആയുസ് തന്നാൽ ഇൻഷാ അള്ളാഹ് ഇനി എവിടെങ്കിലും വെച്ച് നമുക്കത് പറയാം, പഠിക്കാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരുടെയെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എൻ്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. പൊരുത്തപ്പെടൂലേ? ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ നോക്കാൻ സിറാജ് എന്ന് അതിനർത്ഥം. ഒരാൾ ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ നോക്കാമെന്നല്ലേ? എനിക്ക് നോക്കണ്ട, കാരണം ഞാൻ നേരം വെളുപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. എൻ്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് പുറക്കാട് പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് ചോദിക്കാൻ ആരും വരില്ലടോ. എടോ, ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ജീവിച്ചിരിക്കുന്ന സമയത്താണ് ചെയ്യേണ്ടത്. ഈ ഇരിക്കണ നിങ്ങൾ ആരെങ്കിലും മരിച്ചതിന് ശേഷം പുറക്കാട് പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് ഈ ഇരിക്കണ ജൗഹരി ഉസ്താദ് പറയുക പൊരുത്തപ്പെട്ട് കൊടുക്കണേന്ന്. എന്തെങ്കിലും ഉണ്ടോ നേട്ടം? ഒരു നേട്ടം ഇല്ല. കാരണം എന്തേ? നീ കുറ്റം പറഞ്ഞവൻ ഇപ്പം നിൻ്റെ മുമ്പിൽ കൂടെ നടക്കുന്നുണ്ട്. നിനക്ക് തോന്നിയോ ചോദിക്കാൻ? നീ കളിയാക്കിയവനും നീ പരിഹസിച്ചവനും നീ വേദനിപ്പിച്ചവനും നിന്റെ കണ്ണിൻ്റെ മുമ്പിലൂടെ തെക്കുവടക്ക് നടന്നപ്പോൾ ഒന്ന് എഴുന്നേറ്റിട്ട് ഹബീബേ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരണേ എന്ന് ചോദിക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ. അവിടെ കൊണ്ടുവച്ചിട്ട് ഖതീബിനെ കൊണ്ട് ചോദിച്ചാൽ ചാക്കി പൊതിഞ്ഞൊന്നും കിട്ടൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അത് എപ്പോൾ ചോദിക്കണം? പൊരുത്തപ്പെടാൻ ചോദിക്കണ്ടേ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചോദിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2 മയ്യത്ത് പള്ളിയിൽ കൊണ്ട് വെച്ചിട്ട് പറയുകയാ, ആർക്കെങ്കിലും കടം പൈസ തരാനുണ്ടെങ്കിൽ ബന്ധപ്പെടണേന്ന്. വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണം? വല്ല കാര്യമുണ്ടോ? ചോദിച്ചിട്ട് കാര്യമില്ല. എടാ, ജീവിച്ചിരിക്കുമ്പോൾ അതാ പറഞ്ഞത്, ഉറങ്ങുന്നതിന് മുമ്പേ നിന്റെ കടം എഴുതി വെക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. കിട്ടാനുള്ളത് എഴുതി വെച്ചിട്ടില്ലെങ്കിലും എന്തെഴുതി വെക്കണം? കൊടുക്കാനുള്ളത്. അതൊരു ഉദാഹരണം പറഞ്ഞാൽ, കടത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വരുന്നു. ഒരു കഥ കേൾക്കാൻ സമയമുണ്ടോ? ഒരു കഥ കേൾക്കാൻ സമയമുണ്ടോ? ഒരു മനുഷ്യൻ മരണപ്പെട്ടു. ഒരാൾ മരണപ്പെട്ടു, മയ്യത്തൊക്കെ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു. മയ്യത്ത് കട്ടിലിൽ വെച്ചിട്ട് ജനാസ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, മയ്യത്ത് എടുക്കാൻ വരട്ടെ. ഈ മനുഷ്യന് ഞാനും തമ്മിലൊരു 10 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. ഒരു 10 ലക്ഷം രൂപയുടെ ഇടപാടുണ്ട് ഞങ്ങൾ തമ്മിൽ. ആരാ പറഞ്ഞേ? ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് പറയുന്നത്. അപ്പം മക്കള് പറഞ്ഞു, പാപ്പാക്ക് അങ്ങനൊന്നും ഇല്ലപ്പാ, ഞങ്ങൾക്ക് അറിയത്തൊന്നുമില്ല, ഞങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ തമ്മിലൊരു ഇടപാടുണ്ട് 10 ലക്ഷത്തിന്റെ, ഞാൻ മയ്യത്ത് കൊണ്ടുപോകാൻ സമ്മതിക്കൂല. അപ്പൊ നാട്ടുകാരൊക്കെ പറഞ്ഞു, കാരണവന്മാരുണ്ടല്ലോ, നിങ്ങൾ പറ, കൂടപ്പുറപ്പുകൾ എല്ലാവരും കൈയൊഴിഞ്ഞു. പൈസയുടെ കാര്യം വരുമ്പോൾ എല്ലാം കൈയൊഴിയും. അവസാനം ഈ മനുഷ്യൻ വിടുന്നില്ല. അവസാനം ഈ മരിച്ച മനുഷ്യന്റെ ഒരു മകള് വീടിനകത്തുണ്ടായിരുന്നു. ആ പെണ്ണ് ചോദിച്ചു, എന്താ പുറത്തൊരു പ്രശ്നം? മോളെ, നിന്റെ വാപ്പാടെ സുഹൃത്ത് വന്നിട്ട് എന്തോ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് 10 ലക്ഷത്തിൻ്റെ കാര്യം പറയുന്നു. നിന്റെ സഹോദരങ്ങളോ അല്ലെങ്കിൽ വാപ്പയുടെ സഹോദരങ്ങളോ കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതാണ് വഴക്ക്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അയാളെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ വിളിച്ചിട്ട് ആ പെൺകുട്ടി തൻ്റെ സ്വർണമെല്ലാം ഊരിയിട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ തരും, ആര് തന്നില്ലെങ്കിലും. എൻ്റെ ഉപ്പാൻ്റെ കടം ഞാൻ വീട്ടാം, നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ ഞാൻ തരും. എന്നാൽ ഇത് പിടിച്ചോ, ബാക്കി ഞാൻ തരാം. എൻ്റെ ഉപ്പാൻ്റെ മയ്യത്ത് കബറടക്കാൻ വിട്. ആ സമയത്ത് ആ സഹോദരൻ തൻ്റെ പോക്കറ്റിനകത്ത് നിന്ന് 10 ലക്ഷത്തിൻ്റെ ചെക്കെടുത്ത് ആ മകളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ വാപ്പ എനിക്കല്ല തരാനുള്ളത്, ഞാൻ അങ്ങോട്ടാ കൊടുക്കാനുള്ളത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അദ്ദേഹം പറഞ്ഞത്, നിന്റെ വാപ്പായി ഞാനും തമ്മിൽ ഒരു 10 ലക്ഷത്തിൻ്റെ ഇടപാടുണ്ട്, ഞാൻ അങ്ങോട്ടാ കൊടുക്കാനുള്ളത്. എന്നോട് പറഞ്ഞായിരുന്നു, ഈ പൈസ തരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചുപോയാൽ
എൻ്റെ മയ്യത്ത് എടുത്തു വെക്കുന്ന സമയം ഇതുപോലെ പറയണം, ആരാണോ കടം വീട്ടാൻ വരുന്നത് അവനെ കൊടുക്കാവുന്നു. അപ്പം നിങ്ങൾ ചിന്തിക്ക്, നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു രംഗം നടന്നാൽ ആര് വരുമെന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു ആക്കുമാറാകട്ടെ. മയ്യത്ത് പള്ളിയിൽ കൊണ്ട് വെക്കുമ്പോൾ ഉസ്താദ് പറയും, സഹോദരങ്ങളെ, ഈ ഇരിക്കുന്ന മയ്യത്തുമായി ആർക്കെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണമെന്ന്. പായിപ്പാട് പള്ളി ഞാൻ പറയാറില്ല, എന്തിനാ വല്ലവൻ്റെ ബാധ്യത ഞാൻ എടുക്കുന്നത്. അള്ളാഹു ഈമാൻ. ഞാൻ ഒരു കമ്മിറ്റിക്കാരൊക്കെ ഞാൻ പറയത്തില്ല, ഞാൻ ഉസ്താദിനോട് പറയുന്നത് വേറെ പണിയില്ല. എടാ, എൻ്റെ വാപ്പ മരിച്ചാൽ ഉപ്പാടെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ഞാനല്ലേ പറയണ്ടേ എൻ്റെ വാപ്പ ആർക്കെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടണമെന്ന് മക്കളല്ലേ പറയണ്ടേ? ആണോ അല്ലേ? മക്കൾക്ക് പറയാൻ പേടിയാ. കാരണം എന്തേ? ചോദിച്ചാരെങ്കിലും വന്നാലോ? ചോദിച്ച് വന്നാൽ പറയും അത് ഹത്തീമിൻ്റെ അടുക്ക പോയി ചോദിക്കാൻ. ഉസ്താദല്ലേ തരാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഏറ്റോ ഇല്ലല്ലോ, ഉസ്താദല്ലേ പോയി ചോദിക്കാൻ. ഇതാടോ നമ്മുടെയൊക്കെ അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് കടമുണ്ടെങ്കിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പേ എഴുതി വെച്ചേക്കണം. അള്ളാഹു കടക്കാരായി മരിക്കുന്നവരെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഹക്കടപാടുകൾ തീർത്തു മരിക്കാൻ ഭാഗ്യം തരണേ പടച്ചോനെ. അപ്പോൾ പൊരുത്തം തരൂല്ലേ? ഒക്കെ അൽഹംദുലില്ലാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.